الحمد لله الحمد لله الصلاة والسلام على سيدنا محمد الذي جلب إلى أمته بهيجات النعمات وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو الذي يقبل التوبة عن عباده ويعفو عن السيئات ويعلم ما تفعلون. صدق الله العلي العظيم. قال رسولنا الكريم صلى الله عليه وسلم: كل بني آدم خطاء وخير الخطائين التوابون. صدق رسولنا الكريم صلى الله عليه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ അമാനകളെയും നമ്മളിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇരിക്കുന്ന ഈ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. സ്വീകാര്യമായ ഉത്തമന്മാർ ഒന്നിച്ചു കൂടുന്ന ഒരു സദസ്സാക്കി നമ്മുടെ സദസ്സിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. നിങ്ങൾക്ക് അറിഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മൾ തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. തൗബ എന്ന് പറഞ്ഞാൽ താബ യതൂബു തൗബ എന്ന് പറഞ്ഞാൽ ഏകനായ അല്ലാഹുവിലേക്ക് അവനെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ട് മടങ്ങി ചെല്ലുക എന്നാണ് അർത്ഥം. അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി ചെല്ലുക. കുറ്റങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് അല്ലാഹുവിന്റെ കൽപ്പന എന്നുണ്ടെങ്കിൽ ആ കൽപ്പനയെ സ്നേഹത്തോടു കൂടി അംഗീകരിക്കണം. അങ്ങനെ ഒരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെയെന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പടച്ചത് കുറ്റമില്ലാത്ത രൂപത്തിലാണ്, ഫിത്രത്തിന്റെ രൂപത്തിലാണെന്ന് പറയാം. ഒരു കുട്ടി ജനിച്ച് ആ ജനിക്കുന്ന സമയത്ത് കുട്ടി ഒരു പാപം ചെയ്തിട്ടുണ്ടാവില്ല. ആ കുട്ടിയെ മോശമാക്കുന്നത് അവരുടെ രക്ഷിതാക്കളാണ്, അവരുടെ സാഹചര്യങ്ങളാണ്, കൂട്ടുകാരാണ്. ആ കുട്ടിയെ നന്നാക്കുന്നതും രക്ഷിതാക്കളും കൂട്ടുകാരും ബന്ധുക്കളൊക്കെ തന്നെയാണ്. അങ്ങനെ ഒരു ഫിത്രത്തിന്റെ രൂപത്തിലാണ് ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചത് എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ നമ്മുടെ കയ്യിൽ അല്ലാഹു തന്നത് ഒരു തെറ്റും ചെയ്യാത്ത നിലക്കാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് നമ്മളെ അല്ലാഹുവിലേക്ക് തിരിച്ചു കൊടുക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. തൗബക്ക് ചെയ്യുമ്പോൾ മനസ്സ് ക്ലിയറാണ്. പാപങ്ങളിൽ നിന്നൊക്കെ പാപമുക്തി നേടിയ രൂപത്തിലായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഓരോ മനുഷ്യരും അടുക്കേണ്ടത്. അതിന് ആദ്യം വേണ്ടത് തൗബയെ പറ്റി പറയുക. ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ കുറച്ച് കഴിഞ്ഞാൽ തൗബ ഒന്നിച്ചു ചെല്ലാം. തൗബയിലേക്ക് പോകുമ്പോൾ ആദ്യം വേണ്ടത് തവാദുആണ്. എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. തവാദു എന്ന് പറഞ്ഞാൽ വിനയമാണ്. വിനയം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചീത്ത പറഞ്ഞ് കുട്ടികൾ തെറ്റ് ചെയ്താൽ നമ്മൾ പറയും അക്ക് അടി കിട്ടും, വേഗം ആ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള കാര്യം ചെയ്യണം. അത് ഈ തെറ്റ് ചെയ്യൂല എന്ന് പറയുന്നൊക്കെ പറയും.
അപ്പൊ ആ കുട്ടി പറയും, ഇല്ല ഉപ്പ ഞാൻ ഒന്നും ചെയ്യില്ല, ഇനി ഞാൻ ചെയ്യൂല, ഇനി ഞാൻ ആ തെറ്റ് ആവർത്തിക്കൂല എന്ന് പറഞ്ഞാൽ ആ കുട്ടി അവിടെ രക്ഷിതാവിന്റെ മുമ്പിൽ തവാദുഇലായിട്ടുണ്ട്, രക്ഷിതാവിന്റെ മുമ്പിൽ കീഴ്പ്പെട്ടിട്ടുണ്ട്, വിനയാന്വിതനായിട്ടുണ്ട്. പക്ഷേ ആ തവാദുഇൽ കാപട്യമുണ്ട്. രക്ഷിതാവിന്റെ അടിയെ പേടിച്ചുകൊണ്ട്, രക്ഷിതാവ് ചീത്ത പറയുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് ആ കുട്ടി അവിടെ തൗബ ചെയ്തിട്ട് മടങ്ങിയത് രക്ഷിതാവായ മാതാപിതാക്കളുടെ മുമ്പിൽ. ഇതുപോലെ ആവാൻ പറ്റില്ല. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം തവാദു മനസ്സിൽ നിന്നായിരിക്കണം, വിനയാന്വിതനായിരിക്കണം. അതാണ് വിശുദ്ധമായ ഖുർആനും വിശുദ്ധമായ ഇസ്ലാമിന്റെ ശരീഅത്തും പഠിപ്പിക്കുന്നത്. തവാദു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുക, പടപ്പുകൾക്ക് മുമ്പിൽ കീഴ്പ്പെടണമെന്നത്. അള്ളാഹുവിന്റെ മുമ്പിൽ തന്നെ ശ്രദ്ധിച്ചത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടാണല്ലോ അള്ളാഹ് ഞാൻ അപരാധങ്ങൾ ചെയ്തത് എന്നുള്ള ഖേദം വരും. ആ ഖേദം വരുമ്പോ ഏത് മനുഷ്യനും നന്നാവും, ഏത് മനുഷ്യനും അള്ളാഹു കീഴ്പ്പെടും. തവാദുവിലായിക്കൊണ്ട് ഏത് മനുഷ്യനും താഴ്ന്നു കൊടുക്കും. രണ്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ പോലീസുകാരൊക്കെ ഇടപെടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കൽ പോലീസുകാരെ രണ്ടുപേരൊന്ന് ശാന്തരാക്കാനാണ്, അല്ലാതെ പ്രശ്നം പരിഹരിക്കാനല്ല. ഒന്ന് അടങ്ങി നിൽക്കി സമാശ്വാസത്തിന് എനിക്ക് ശാന്തരാകുവിൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ശാന്തരായാൽ മാത്രമേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ വിനയം കാണിക്കണം. ഇനി പറയുന്ന ഒരാൾ ആരാണോ, പോലീസാകട്ടെ കോടതിയാകട്ടെ, ആ കോടതി പറയുന്ന കാര്യങ്ങൾ ഇനി അങ്ങോട്ട് കേൾക്കാൻ തയ്യാറാവണം. അങ്ങനെ തയ്യാറായാൽ മാത്രമേ അതനുസരിച്ചിട്ടുള്ള വിധിന്യായത്തെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമാവുള്ളൂ, മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് തവാദു എന്ന് പറഞ്ഞാൽ അത് അസ്റൽ മുഅ്മിനാണ് എന്നാണ് സൂഫിയാക്കൾ പഠിപ്പിക്കുന്നത്. ഒരു മുഅ്മിനിന് തവാദു നിർബന്ധമാണ്. നമ്മൾ പൊതുവിലൊക്കെ ഹദീസിലൊക്കെ പറയുന്ന വിഷയത്തെ സൂചിപ്പിച്ച് പറയാൻ, നെരിയാണിക്ക് താഴെ വസ്ത്രം പോകുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷന്മാരുടെ ഒരു വസ്ത്രശൈലിയെ പറ്റിയിട്ട് നബി തന്നെ പറയുന്നത്, നെരിയാണിക്ക് താഴെ വസ്ത്രം പോയാൽ സ്വർഗത്തിൽ കഴിക്കില്ല. എന്താ വസ്ത്രത്തിന് കാര്യം? സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അവരുടെ ഔറത്താണ് കാലടക്കമുള്ളത്. അപ്പൊ കാല് മറക്കണം. നെരിയാണിക്ക് താഴെ പോകണം നിർബന്ധമാണ്. പുരുഷന്മാരെ സംബന്ധിച്ച് നെരിയാണിക്ക് താഴെ പോവുക എന്നുള്ളത് ഹറാമാണ്. അത് നരകത്തിലേക്ക് എത്തിക്കുമെന്ന് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നബിതങ്ങൾ അതിന് കാരണം പറയുന്നത് അഹങ്കാരികളുടെ വേഷമാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചേക്കുക എന്നാണ്. ഇത് കേട്ടപ്പോ സദസ്സിൽ നിന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, റസൂലേ, ഒന്നും കഴിക്കാനില്ലാത്തതുകൊണ്ട്, എന്റെ വയറ് ഒട്ടിയതുകൊണ്ട് എന്റെ തുണി പലപ്പോഴായിട്ട് റസൂലേ നെരിയാണിക്ക് താഴേക്ക് പോകാറുണ്ട്. ആ പോകുന്നത് ഞാൻ അറിയുന്ന സമയത്ത് നെരിയാണിക്ക് താഴേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഉയർത്തിക്കെട്ടാറുണ്ട് റസൂലേ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്റെ വയറിങ്ങനെ ലൂസായതുകൊണ്ട് എന്റെ തുണി നെരിയാണിക്ക് താഴെ പോകുന്നത് അഹങ്കാരത്തിന്റെ അടയാളമാണോ റസൂലേ? ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ലയോ റസൂലേ എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് കലച്ചിലോടും വിതുമ്പലോടുകൂടി താൻ ചെയ്തത് വലിയ ധിക്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ പ്രവർത്തനമാണോ എന്നുള്ള സങ്കടത്തോടുകൂടി ചോദിച്ചപ്പോ ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇല്ല അബൂബക്കറേ, അത് അഹങ്കാരമാവൂല. കാരണം അത് ശരീരത്തിന്റെ ദൗർബല്യം മൂലം അവൻ മനസ്സുകൊണ്ട് വിചാരിക്കാത്ത രൂപത്തിൽ താഴേക്ക് ഇറങ്ങിയതാണ്. മാത്രമല്ല, താഴേക്ക് ഇറങ്ങി എന്ന ബോധ്യമുണ്ടായപ്പോൾ അത് ഉയർത്തിക്കെട്ടാനും ശ്രമിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അത് അഹങ്കാരമാവൂല എന്ന് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നമ്മൾ ബോധ്യപ്പെടേണ്ട വിഷയമാണ്. അഹങ്കാരമില്ലാത്ത മനസ്സോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടത്. ഏറ്റവും വലിയ മടക്കം, അല്ലെങ്കിൽ ഏറ്റവും ഒന്നാമതായിട്ട് പറയേണ്ട മടക്കം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പോലെ മരണത്തോടു കൂടിയിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ പ്രാപ്തി കൂട്ടുന്നു. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളവരാണ്. ഏത് നിമിഷവും ഏത് സമയത്തും മരണത്തെ കേൾക്കുന്നവരാണ് ഓരോ ജന്തു ജീവജാലങ്ങൾ. ആരാണെങ്കിലും മരിക്കും.
കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ തന്റെ സഹോദരനെ ഇളയ സഹോദരനെ വെട്ടിക്കൊന്നത് കേരളത്തിലാണ്. മദ്യത്തിന്റെ ലഹരിയിൽ സ്വന്തം സഹോദരനെ വെട്ടി. അഫാന്റെ കേസ് നമ്മളെല്ലാവരും കണ്ടതാണ്. അഫാന്റെ ഉമ്മാന്റെ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരും നിരന്തരം കേൾക്കുന്നതാണ്. ആരെയൊക്കെ വെട്ടി എന്ന് നമുക്ക് സ്വന്തം കുഞ്ഞനുജനെ വെട്ടി, വല്യമ്മയെ വെട്ടി കൊന്നു എന്ന് തന്നെ പറയാം. ലഹരിയുടെ ഉന്മാദ തിമിർത്തിൽ നിന്നുകൊണ്ട് മനുഷ്യനെ പോലും കാണാതെ സാധാരണ നമ്മളിങ്ങനെ കേൾക്കാറുള്ളത്. ഇപ്പോ നമ്മളിങ്ങനെ പോകണമെങ്കിൽ ഒരു ചെറിയ ജീവി ഇങ്ങനെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ ജീവിനെ കൊല്ലും. നമ്മുടെ അതിൽ കേരളം ഉണ്ടാവില്ല. ഒരു കടിക്കുന്ന ഒരു കൊതുക് ഇങ്ങനെ പാറിയിട്ട് നമ്മളെ കുത്തിയാൽ നമ്മളതിനെ കൊന്നിട്ട് രാത്രി ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ ആരെയൊക്കെ പഠിച്ചത് ഇന്നിപ്പോ ആ കൊതുകിനെ കൊന്നല്ലോ, ആ കൊതുകിനെ കാത്തുക്കിട എത്ര കുടുംബണ്ട്, കൊതുകിന് എത്ര കുടുംബണ്ട്, കൊതുകിനുമില്ല കുടുംബങ്ങൾ. മനുഷ്യർ അതൊന്നും ആലോചിക്കാറില്ല. കാരണം നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകളാണ്. ഈ കൊതുകിന്റെ വില പോലും നൽകാതെയാണ് സ്വന്തം മാതാപിതാക്കളെ പോലും കൊല്ലുന്ന സമുദായം കടന്നു വരുന്നത്. മുസ്ലിങ്ങളെ മാത്രം എണ്ണേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഉമ്മത്ത് എന്ന് പറയുന്നത് സമുദായം എന്ന് പറയുന്നത് അത് ജാതി മതഭേദമന്യേ എല്ലാവരും പരസ്പരം കൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു കാരണം. അഫാന്റെ സഹോദരനെ എന്തിനാ കൊന്നത്? വീട്ടിൽ വന്ന മന്തി വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് കൊതിപ്പിച്ചിട്ട് ആ സഹോദരനെ വെട്ടിക്കൊല്ലാൻ മാത്രം ആ സഹോദരന്റെ കൊതുകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. അപ്പൊ മനസ്സിലാക്കേണ്ടത് എല്ലാവരും മരിക്കും. അല്ലാഹു ആഖിബത്ത് നന്നാക്കി തരട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാൻ വേണം. ആ ഈമാൻ കിട്ടണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള തൗബ ചെയ്തിരിക്കണം. മനുഷ്യരാകുമ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റുകൾ ചെയ്തു പോകും. ഈബത്തിന് നീമത്തൊക്കെ പൊതുവെ നടക്കുന്ന കാര്യങ്ങളാണ്. ഈബത്തിന് നീമത്ത് ഹറാമായ കാര്യമാണ്, ചെയ്യാൻ പാടില്ല. മനഃപൂർവ്വം ചെയ്താൽ നരകത്തിൽ അവന്റെ സീറ്റ് ഉറപ്പിക്കാമെന്നാണ് നമുക്ക് ഹദീസിന്റെ വെളിച്ചത്തിൽ വായിക്കാൻ പറ്റുന്നത്. മനഃപൂർവ്വം ചെയ്യുമ്പോൾ നബിയുടെ വാക്കിനോട് അള്ളാഹുവിന്റെ വചനത്തോട് ധിക്കാരം കാണിക്കണം. ഒരു തവാദുവിലുള്ള ആൾക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള ധിക്കാരം ഉണ്ടാകാൻ. ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളെ പറ്റി കുറ്റം പറയൽ ഈബത്താണ്. സാധാരണ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ഒരാൾ അയാളോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപാകതകൾ, അയാളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകൾ, അതിങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ അയാളില്ലാത്ത സമയത്ത് ഇങ്ങനെ ട്രോളിക്കൊണ്ട് പറയുക എന്നുള്ളത് ഈബത്താണ്. ആ ഈബത്ത് പറയുന്നവന്റെ സ്വർഗമില്ലെന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യേശനിക്കാരൻ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. യേശുവിന് ഇങ്ങനെ പറയും, അവർ ഇവരെ കിട്ടി, ആ ഇവരെ കിട്ടിയത് അന്വേഷിക്കാൻ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞെടുക്കാം. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വിഷയം. ഫേക്ക് ന്യൂസ് ഇങ്ങനെ കിട്ടിയത് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു കാര്യമില്ല. എന്നാൽ അതുകൊണ്ടാണെങ്കിൽ കുറെ ആളുകൾ നമ്മെ വിശ്വസിച്ചു പോകും. പണ്ടിങ്ങനെ കഥ പറയാറുണ്ട്, കടുവ വരുന്നേ എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ ആളുകളെ പറ്റിച്ചപ്പോൾ അയാളിലുള്ള വിശ്വാസത്തിന് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പിന്നീട് യഥാർത്ഥത്തിലുള്ള ഗർജിക്കുന്ന കടുവ വന്നപ്പോൾ ഇയാൾ പറഞ്ഞു കടുവ വരുന്നേ. ജനങ്ങൾ കേട്ടില്ല. ആ കടുവ വന്നിട്ട് അയാളെ ആക്രമിച്ചു. അത്രയും കഥകളൊക്കെ നർമ്മകഥകളാണെങ്കിലും അതിൽ ചിന്തകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും മരിക്കുന്നതിന് മുമ്പ് ഹൃദയശുദ്ധിയോട് കൂടിയിട്ട് ഈബത്ത് നമീമത്തൊന്നുമില്ലാത്ത മനസ്സോട് കൂടിയിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധ്യമാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികൾ, തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. തൗബ ചെയ്യുമ്പോൾ മനുഷ്യരോടുള്ള കടമകളൊക്കെ വീട്ടിയിരിക്കണം. ആരോടെങ്കിലും പൊരുത്തപ്പെടിക്കാണ്ട്, പ്രത്യേകിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ കുടുംബക്കാരോട് തെറ്റ് ചെയ്തിട്ടുണ്ടോ, കുടുംബബന്ധം മുറിച്ചിട്ടുണ്ടോ എന്നാണ്. കുടുംബബന്ധം വിച്ഛേദിച്ചവർ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബബന്ധം പറയാൻ ഒരു പണിയില്ല. ഒരു കല്യാണം കണ്ടെങ്കിൽ ഓളിന്റെ വാട്സപ്പിലെ ക്ഷണിച്ചതേ, ഇപ്പൊ അങ്ങനെ ഓനിന്റെ വാട്സപ്പിലെ ക്ഷണിച്ചത്, അതുകൊണ്ട് പോവേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളുമായിട്ട് കൽപ്പ് കൊണ്ട് അകന്ന് നിൽക്കുക. ഒരു പണിയില്ല.
ഒരാൾ പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് മറ്റാൾ പറയുന്നത് കേൾക്കാതെ നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് നേരിട്ട് ചോദിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ, സംശയമുണ്ടെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റും. ഒരാളെ നമ്മളെ പറ്റി ഒരു പക്ഷെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ വിഷയം നാമായിട്ട് എന്തിനാണ് മനസ്സിൽ കൊണ്ടു നടന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ കുറിക്കുന്നത്? കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല. സ്വർഗത്തിൽ പ്രവേശിക്കാത്തവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് കുടുംബബന്ധം മുറിക്കുന്നത് ശ്രദ്ധിക്കണം. സഹോദരനോട് സലാം പറഞ്ഞിട്ട് മടക്കാതിരിക്കുക ഏറ്റവും വലിയ തെറ്റാണ്. സലാം പറയുമ്പോൾ അത് മടക്കം നിർബന്ധമാണ്. വാട്സപ്പിൽ മറ്റുള്ള വിഷയമില്ല, നേരിട്ടുള്ള വിഷയമാണ്. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മളെ ചില ബന്ധം നിർത്തി തന്നെയാണ്. അതുപോലെ തന്നെ സലാം പറയുമ്പോൾ മടക്കാതിരിക്കുക. നിർബന്ധമായ ഒരു കാര്യം മനഃപൂർവ്വം ചെയ്യാതിരുന്നാൽ അത് ഹറാമിന്റെ അങ്ങേറ്റമായി. കുടുംബബന്ധം ഒരിക്കലും നമ്മൾ മുറിക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നമ്മളെല്ലാവരും അറിയാതെ ചെയ്തു പോകുന്ന വിഷയമാണ് കുടുംബബന്ധം മുറിക്കുക. സൗഹൃദബന്ധം മുറിക്കാൻ പറ്റുമെന്നൊക്കെ ശരിയെന്ന് പറയുന്നത് സുഹൃത്തുക്കൾ മോശമായി പോയാൽ സൗഹൃദബന്ധം മുറിക്കാം. ആ സത്യം ചെന്നാല് ഓരോ മനുഷ്യരും വിരൽ കടിക്കുന്ന വിഷയം, പടച്ചോനെ ആ ചങ്ങായിനെ, ആ പെണ്ണിനെ ഞാൻ സുഹൃത്താക്കിയതാണല്ലോ പടച്ചോനെ നരകത്തിലേക്ക് എന്നെ എത്തിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മനുഷ്യരും വിരൽ കടിക്കുമെന്നോ വിശുദ്ധമായ ഖുർആൻ. അവനെ സുഹൃത്താക്കി പേച്ചു പോയി എന്നൊക്കെ വിചാരിക്കും. ഇവിടെ മക്കളുടെ കൂട്ടുകെട്ടൊക്കെ ശ്രദ്ധിക്കണം. നല്ല സുഹൃത്തുക്കളാകാം, നല്ല സുഹൃത്തുക്കളും ഒരു പക്ഷെ പെട്ടെന്നൊക്കെ മാറിയേക്കാം. പക്ഷേ ആപത്ത് ചെന്നാൽ ആലോചിച്ചു പോകും, പടച്ചവന് ഓറ്റ കൂടെ കൂട്ടിയപ്പോഴല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത് എന്ന് ആലോചിച്ചുകൊണ്ട് വിതുമ്പുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പൊ കൂട്ടുകാരൊക്കെ മോശമാണെങ്കിൽ നമുക്ക് ആ കൂട്ടുകെട്ട് മുറിച്ചു കളയാം, ഒരു കുഴപ്പമില്ല ശരീരത്തിന്. പക്ഷേ വാപ്പ മോശമായിപ്പോയി, മക്കള് മോശമായിപ്പോയി, എന്തിനോടെ പറഞ്ഞു ഇന്നത് സംഭവിച്ചുകൊണ്ട് ഇസ്ലാമിന് പുറത്തുപോയി. എന്നാൽ പോലും കുടുംബബന്ധം മുറിക്കരുത് എന്നാണ് വിശുദ്ധമായ ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന. അമുസ്ലിമായ ഒരു ഉമ്മ തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വഹാബി വര്യൻ നബിയുടെ അടുക്കിലേക്ക് വന്നു. എനിക്ക് ആ ഉമ്മയോട് ബാധ്യതയുണ്ട്. അങ്ങനെ ചോദിക്കാൻ കാരണം നബിതങ്ങളോട് ചോദിക്കപ്പെട്ടു, ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടത് ആരോടാണ്? നബിതങ്ങൾ പറഞ്ഞു ഉമ്മക്ക്. വീണ്ടും ചോദിച്ചു, ഇഞ്ഞ ആരോടാണ്? ഉമ്മ കഴിഞ്ഞാൽ ഞാൻ ആരോടെ ചോദിച്ചപ്പോൾ നബിതങ്ങൾ പറഞ്ഞു ഉമ്മ കഴിഞ്ഞാൽ ഉമ്മ തന്നെയാണ്. പിന്നെ ഒരു സ്വഹാബി ചോദിച്ചു, പിന്നെ ആരോടാ സ്വന്തം ചോദിച്ചു? അപ്പോൾ പറഞ്ഞു ഉമ്മയോടുള്ള ബാധ്യത തീരൂലടോ എന്ന് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞു ഇനി അടുത്തത് ആരാണ് ചോദിച്ചപ്പോൾ ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അബൂക്ക് എന്നാണ്, നിന്റെ ഉപ്പയാണ്. ഇത് കേട്ടപ്പോൾ ഒരു സ്വഹാബിക്ക് കൺഫ്യൂഷൻ വരികയാണ്. സ്വഹാബി ചോദിക്കുക, റസൂലേ എങ്ങനെ കടപ്പാട് മുസ്ലിമത്തായ ഉമ്മി മാപ്പി ഉണ്ടാകുമ്പോഴല്ലേ എന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു ഉമ്മ എനിക്കുണ്ട് റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, അത് നിനക്ക് ജന്മം തന്ന ഉമ്മല്ലേ, നിന്റെ കടപ്പാട് തീരൂല എന്ന് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മ മുസ്ലിമാണോ, ഉമ്മ തെമ്മാടിയാണോ, തെമ്മാടിച്ചിയാണോ നോക്കണ്ട എന്നാണ് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന. ഇതേപോലെയുള്ള വാക്കുകൾ വരും കുടുംബക്കാരിൽ തന്നെ. വാപ്പ അല്ലെങ്കിൽ എളാപ്പ, മൂത്താപ്പ, ഇവരൊക്കെ കുടുംബക്കാരാണ്. ഇവരൊക്കെ മോശക്കാരാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവരെ മാറ്റി നിർത്താൻ പാടില്ല. പിന്നെ മാറ്റി നിർത്തേണ്ട സന്ദർഭങ്ങൾ വേറെ കുറച്ചുണ്ടാവും. മാറ്റി നിർത്തിയാൽ ആ സങ്കടപ്പെടി ചിലപ്പോൾ നന്നാവുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അല്ലേ? ഓരോരുത്തരും ഞാൻ അങ്ങനെ ആയോണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് മാറുന്നുണ്ടെങ്കിൽ അവിടെ നിർബന്ധമാണ് അങ്ങനത്തെ ബന്ധം തൽക്കാലത്തേക്ക് മാറ്റി നിർത്തണം. ആ ജീവനാകാൻ പറ്റൂല. കാരണം ഈ ബന്ധം മുറിച്ചവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് ശഫീഉനാ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ തൗബ ചെയ്യുമ്പോൾ മനസ്സിനിങ്ങനെ കയ്യേച്ചുണ്ടായിരിക്കണം, ആരോടെങ്കിലും ഞാൻ ഉണ്ടാത്തതായിട്ടുണ്ടോ? ആ ബന്ധത്തെ പുതുക്കിയാലല്ലാതെ നമ്മുടെ തൗബ സ്വീകരിക്കൂല. ഇങ്ങനെ ഒരു സദസ്സ് വെച്ചത് കൊണ്ട് നമ്മുടെ തൗബ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് നമ്മുടെ ഉമ്മ, ഉപ്പ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മുടെ ബന്ധുക്കൾ, ഭാര്യ, ഭർത്താവ്, ഇങ്ങനെ ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കണം.
ഞാൻ എപ്പോഴും നമ്മുടെ മക്കളോട് ശിഷ്യന്മാരോട് പറയാനുള്ള വിഷയമാണ്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഉമ്മാനെ ഉമ്മച്ചു ഉപ്പാനെ കാണുമ്പോൾ നിങ്ങൾ എണീറ്റ് നിങ്ങളുടെ ഉപ്പാന്റെ കയ്യും വെച്ച് നിങ്ങളുടെ ഉമ്മാന്റെ മുഖത്ത് നിങ്ങൾ ചുംബനം കൊടുത്തിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അതെ അതിപ്പോ ഒരു യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ മരിക്കുമ്പോൾ അല്ലേന്ന് ചോദിച്ചു. ഒരു ധാരണ, യാത്ര പോകുമ്പോൾ എവിടെയുണ്ടാവും, യാത്ര പോകുമ്പോൾ ഇനിയിപ്പോൾ കാണാൻ പറ്റുമെന്നറിയില്ല. ഞാൻ ആ കുട്ടിയോട് വിളിച്ചു, യാത്ര പോകുമ്പോൾ മാത്രമേ കാണാതിരിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കാണാതിരിക്കുള്ളൂ എന്നുള്ള ചിന്ത എങ്ങനെ വന്നു? ഓരോ നിമിഷവും ലോകത്ത് കോടാനുകോടി മനുഷ്യർ ജനിക്കുന്നുണ്ട്, കോടാനുകോടി മനുഷ്യർ മരിക്കുന്നുണ്ട്. ഇതൊക്കെ അസറായിന് മുൻകൂട്ടി വന്നിട്ട് പറയുന്നുണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മരിക്കുന്നതിന്റെ 40 ദിവസം മുമ്പ് അസറായില് ഒരു മനുഷ്യന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയും, നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത്രേ. മരിക്കാനായിട്ട് പോകും. നല്ല നല്ല മനുഷ്യരാണെങ്കിൽ, മുത്തഖീങ്ങളാണെങ്കിൽ അത് മുത്തഖീങ്ങളെ കൂട്ടി ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അന്തിമ വിജയം എന്ന് പറയുന്നത് മുത്തഖീങ്ങൾക്കാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ആ മുത്തഖീങ്ങൾക്ക് 40 ദിവസം മുമ്പ് തന്നെ അസ്റായീലിന്റെ വിളിയാളം തരുത്തി 40 ദിവസം കഴിഞ്ഞാൽ മരണത്തിലേക്ക് പോവുകയാണെന്ന്. ഇത് നല്ലവർക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചറിയാം, അസ്വസ്ഥതകൾ ഉണ്ടാകും. മരിക്കാനായിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഉൾവിളി അവന്റെ മനസ്സിൽ വരും. നല്ല മനുഷ്യർക്ക് തൗബ ചെയ്യാൻ, നല്ല മനുഷ്യർക്ക് അമലുകൾ സ്ഥിരപ്പെടുത്താൻ അവർക്ക് ആ 40 ദിവസം തന്നെ മതിയാകും. എന്നാൽ അള്ളാഹുവിനെ ഓർക്കാത്തവന് അസ്റായീലിന്റെ ഉൾവിളി പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ മരിക്കൂല എന്നൊരു തോന്നലുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ എന്തോ ഒരു കറയുണ്ട്. നമ്മുടെ മനസ്സിൽ എന്തോ ഒരു കറയുണ്ട്. ആ കറ മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ ശ്രദ്ധിക്കണം, നമ്മുടെ കൽവിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന്. തൗബ ചെയ്താൽ അള്ളാഹു കേൾക്കുക എന്നല്ല, പക്ഷെ നമുക്കത് തൗബ ചെയ്യാൻ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ തൗബ ചെയ്യാൻ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കും. ഇനിയും സമയമുണ്ടല്ലോ, അസറായി 40 ദിവസം മുമ്പ് എന്നോട് സൂചന എന്നിട്ട് ഞമ്മക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ വിചാരിക്കുന്ന നാളുണ്ടാവും, ഇന്നുണ്ടാവും. ഇതിപ്പോ ഈ സദസ്സിൽ ഇപ്പൊ ഞാൻ ഈ പ്രശ്നം കഴിഞ്ഞ് പോകുന്നുള്ളാവുമായിരുന്നു, ഈമാ നൽകട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ എത്തുന്നുള്ളാവുമായിരുന്നു. ആരൊക്കെ വീട്ടിൽ എത്തുമെന്ന് നമ്മക്കും ഉറപ്പില്ല, നമ്മുടെ കുടുംബക്കാർക്കും ഉറപ്പില്ല. എന്നിട്ടാണ് ആ കുട്ടി പറഞ്ഞത്, ഞാൻ വീട്ടിൽ ചെന്നിട്ട് ജീവനോടുകൂടി സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്നേഹം തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ കൊടുത്ത ചുംബനം അവർ വാങ്ങുക മാത്രമേ ചെയ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനത്തെ ചുംബനം ആർക്കാണെങ്കിലും കൊടുക്കുമ്പോ ഖേദപരം പാടിയ തർച്ചോനെ എന്റെ ആദ്യത്തെയും മനസ്സ് അറിഞ്ഞുകൊണ്ടുള്ള അവസാനത്തെയും ചുംബനമായല്ലോ എന്ന് നമുക്ക് തോന്നാൻ പാടില്ല. കുടുംബത്തെ എപ്പോഴും നേരിടുന്നത് മനുഷ്യരാണല്ലോ, സ്വാഭാവിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയൊരു പ്രശ്നം മതി. വീട്ടില് പ്രശ്നം ഉണ്ടാവണമെങ്കിൽ ഒരാൾക്ക് വലിയ മീൻ കൊടുത്താൽ മതി. നമ്മൾ ഈ കടിയിൽ വാങ്ങുന്ന എല്ലാ മീനും ഒരേ സ്കെയിൽ വെച്ച് അളന്നിട്ടൊന്നുമല്ലല്ലോ. അങ്ങനെ നമുക്ക് ഒരിക്കലും പറ്റില്ല. കടി പോയിട്ട് കടക്കാരോട് പറയാം ഒരേ അളവിലില്ല, 10 സെന്റിമീറ്റർ നീളമല്ല ഒരേ ഒരു 10 മീൻ തരുന്ന പറയാൻ പറ്റില്ല. തൂക്കം നോക്കിയിട്ട് തരും. അപ്പൊ ചെറുത് ചിലപ്പോൾ ഒരാൾ എടുക്കേണ്ടി വരും. അതധികം ഉമ്മമാരെടുക്കും, പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മമാരെടുക്കും. ഉമ്മമാരെ സ്നേഹം കൊണ്ട് വാപ്പന്മാർക്ക് സാധനം വാങ്ങിക്കൊണ്ടവർക്ക് വലിയ കഷ്ടം കൊടുക്കും. അപ്പോ ചിലപ്പോ ദർശനോ അല്ലെങ്കിൽ കോളേജിലൊക്കെ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുറെ കാലങ്ങൾക്ക് ശേഷം കാണുന്ന മക്കൾക്ക് സ്നേഹം കൂടുതൽ കൊണ്ടൊരു വലിയ കഷ്ണം കൊടുക്കും. അപ്പൊ മറ്റു മക്കൾക്ക് ഉണ്ടാവും, ഉമ്മാക്ക് എന്നോട് സ്നേഹമില്ല, വാപ്പാക്ക് എന്നോട് സ്നേഹമില്ല. ഈ സ്നേഹമില്ലായ്മയുടെ ഒരു കൊലപാതകം നടക്കണം. കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലോ ഇന്ത്യയിലാണ് എന്തായാലും, ഉത്തർപ്രദേശിലാണ് തോന്നുന്നുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ. കഥ എവിടെ നടന്നു നോക്കണം. ഒരു ഭർത്താവ് വീട്ടിൽ കോഴി കൊടുത്തിട്ട് കോഴി കൊണ്ട് നല്ല കുറുമക്കറി ഉണ്ടാക്കാനൊക്കെ ആവശ്യപ്പെട്ടു. ഭർത്താവ് പറഞ്ഞു എനിക്ക് കോഴിക്കാര് വേണട്ടോ എന്ന് പറഞ്ഞു. കാരണം കോഴിക്കാര് കടിയിൽ നിന്ന് പകുതി കഷ്ണാക്കാതെ കൊണ്ടുവന്നാണ്. അപ്പോ ഭാര്യ കോഴിക്കാര് കേട്ടപ്പോൾ അതിന് കുറച്ച് കഴിച്ചിട്ട് മക്കൾക്ക് കോഴിക്കാര് കൊടുത്തു. കാരണം മക്കൾക്ക് ആഗ്രഹം ഉണ്ടാവുന്നത്. ഭർത്താവ് ഇത്രക്കും വലിയ വാശിക്കാരനാണ് എന്ന് ഭാര്യയ്ക്ക് പെട്ടെന്ന് ആ സമയത്ത് മറന്നുപോയി. ഭർത്താവ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം പഴക്കിയിട്ട് പാത്രത്തിൽ ഇങ്ങനെ കോഴി നോക്കുക, എവിടെ കോഴിക്കാർ, എടി കോഴിക്കാർ എടുത്തു കൊണ്ടുപോകാൻ.
കോഴിക്കാല് മറ്റുള്ളവരാൾക്ക് കൊടുത്തതിന്റെ പേരിൽ ആ ഭർത്താവ് അന്നേരമുള്ള ദേഷ്യം കൊണ്ട് ആ ഭാര്യ വെട്ടിക്കൊന്നു എന്ന് നമ്മളൊക്കെ മലയാളത്തിലുള്ള പത്രത്തിൽ തന്നെ വായിച്ചത്. ഇതിനതിന്റെ ആവശ്യം കോഴിക്കാലിന് വാണി വേറെ വാങ്ങിക്കൊടുത്ത് ഉണ്ടാക്കി കൊടുക്കും. ദേഷ്യത്തെ വരുന്ന സമയത്ത് അപ്പൊ ശ്രമിക്കണം, പിന്നെ ശ്രമിച്ചിട്ട് കാര്യമില്ല. മരിച്ചു കൊന്നേശം ചുറ്റോട് പൊരുത്തപ്പെടേണ്ടി ഞാൻ അറിയാതെ വെട്ടിക്കൊണ്ടതാന്ന് പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. ആ സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ തോപ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കളോടുള്ള പരിഗണന അങ്ങനെ തന്നെയാണ്. മാതാപിതാക്കളോടൊന്ന് ചൂടായിട്ട് ഒന്ന് മാറി നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് മാതാവിനോട് ഞാൻ എത്ര കുറ്റം ചെയ്തല്ലോ, മാതാവിനോട് അങ്ങനെ ചൂടാൻ പാടില്ലായിരുന്നു, ഉപ്പാനോട് അങ്ങനെ ചീത്ത പറയാൻ പാടില്ലായിരുന്നു, പൊരുത്തപ്പെടിക്കാന്ന് പറഞ്ഞ് വരുമ്പോ ആ ഒരു മകൻ തന്നോട് ശകാരിച്ചല്ലോ എന്ന സങ്കടത്തിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് ആ മാതാവോ പിതാവോ മരിച്ചു കിടക്കുന്നത് കാണുന്ന ഈ മകന് പിന്നെ എവിടെ പോയിട്ട് തോപ ചെയ്യാൻ പറ്റും? ആ ഖേദം മാറും. പഠിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല അങ്ങനെ ഒരു പെട്ടെന്നൊരു മരണമുണ്ടായി. എന്താ ചെയ്യാം? ശ്രദ്ധിക്കേണ്ട വിഷയമാണ് കോപം. വല്ലാത്ത വിഷയമാണ് കോപം. നമ്മുടെ ഈമാനത്തിനെ കെടുത്തിക്കാണ്. ഏത് നല്ല മനുഷ്യരാണെങ്കിൽ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ആ മനുഷ്യന് ലഘുണ്ടാകാൻ ഉണ്ടാവും. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് ആ ദേഷ്യം വരുന്ന ആദ്യ സമയത്ത് ക്ഷമിക്കണം. പിന്നെ ക്ഷമിച്ചിട്ട് കാര്യമില്ല. പിന്നെ കൈവിട്ടു പോകും. പിന്നെ എന്താണ് മനുഷ്യൻ ചെയ്യുന്നത് എന്ന് അറിയാൻ പറ്റില്ല. ദേഷ്യം പിടിക്കുമ്പോൾ ദേഷ്യം ക്ഷമിക്കാനുള്ള കാര്യം ചെയ്യാൻ വെറുതെ ഇങ്ങനെ ചീത്ത പറയും. മക്കളെ ഞാൻ ചീത്ത പറയും. നബിതങ്ങൾ ഏറ്റവും ദേഷ്യമുള്ള വിഷയമാണ് മക്കളെ വെറുതെ ചീത്ത പറയാൻ. നിസ്കാരത്തിന്റെ വിഷയത്തിലൊന്നും അവിടെ ഇരുന്നോ മക്കൾ കളിക്കുകയാണെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഈ എന്തിനാ മണ്ണിക്ക് ഇറങ്ങിയത് പറഞ്ഞ് ചീത്ത പറഞ്ഞു. മക്കൾക്ക് ഉണ്ടാകുന്ന സങ്കടം, മാനസിക ഫീലിംഗ് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു പക്ഷേ സ്നേഹം കൊണ്ടാകും. കുറച്ച് കഴിഞ്ഞിട്ട് മക്കളെ വിളിച്ചിട്ട് നമുക്ക് ആപ്പുകായാണ് ഉണ്ടാകും. മക്കൾക്ക് അതൊക്കെ ഒരു പക്ഷേ പെട്ടെന്ന് മറന്നു പോയേക്കാം. പക്ഷേ മക്കള് ക്ഷമിക്കാതിരിക്കാൻ പഠിക്കുന്നത് നമ്മുടെ പെരുമാറ്റത്തിലൂടെ. നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ചൂടാ മക്കള് ഒരു സ്വാഭാവിക പഞ്ചസാര പാൽപ്പൊടി കാണുമ്പോൾ മക്കൾക്ക് തിന്നാൻ അങ്ങനെ ഉണ്ടാവില്ല. മനുഷ്യന്മാരല്ലേ. ഇത് പൈസന്റെ മൂല്യം അറിയുമ്പോൾ നമ്മളിങ്ങനെ തോന്നുമ്പോഴെങ്കിലും എടുത്ത് തിന്നാതിരിക്കാം. മക്കൾക്ക് ഇപ്പോൾ 10 പൈസ മക്കൾക്ക് ഉറപ്പ് കൊടുത്താൽ സന്തോഷമാണ്. 1000 കൊടുത്താൽ ഒരേ സന്തോഷമൊക്കെ. ഈ മക്കളുടെ മുമ്പിൽ നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ചൂടാവുമ്പോൾ കണ്ണീരൊക്കെ ചൂടാവുമ്പോൾ ഈ അങ്ങനെ ചെയ്തു ചൂടാകുമ്പോൾ മക്കൾക്ക് ഒരു വശം കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് മുട്ടായി കൊടുത്താലോ സാരല്ല പോലെ ഞാൻ ദേഷ്യം കൊണ്ട് പറഞ്ഞതാട്ടാ ഒന്നും വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് മറന്നേക്കാം. പക്ഷേ മക്കൾ കണ്ടുപഠിക്കുന്ന സ്വഭാവം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റേ ഈ മക്കൾ വേറെ എന്തെങ്കിലും ഒരു അങ്ങാടിയിലൊക്കെ പോയിട്ട് ആരോടെങ്കിലും ചൂടായാലും അത് വലിയ പ്രശ്നത്തിലാവും. കൊലപാതകത്തിൽ കലാശി. കഴിഞ്ഞ ദിവസം ഇതേപോലെ തന്നെ ഒരു മകൻ ക്രിക്കറ്റ് കളിക്കാനായിട്ട് പോവാണ്. ബാറ്റ് കൈ പിടിച്ചു കാണും. അപ്പോൾ എന്തോ ഒരു കുടുംബ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ മകൻ പോയപ്പോൾ ഉപ്പ പിന്നെ പിറകി ചെന്നുകൊണ്ട് പറയുന്നുണ്ട് എന്തോന്ന് പോകരുതെന്നോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു തടയാൻ വേണ്ടി ചെയ്തപ്പോൾ പിതാവിനെ വള്ളി ബാറ്റ് കൊണ്ട് പിതാവിന്റെ തലക്കടിച്ചു വീണു എന്നാണ് ഇന്നലെ മിനിയാനായിട്ട് ഇന്നിപ്പോൾ റീലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത. പിതാവിന്റെ തലക്കൊറ്റടി പിതാവ് അപ്പോൾ തന്നെ മരിച്ചു. ഒന്നോ കാത്തിരിക്കട്ടെ. അവിടെ മക്കൾക്ക് ഹിദായത്തൊക്കെ. ഇത് എല്ലാ ലഹരിന്റെ പേരിൽ ഇടാൻ പറ്റില്ല. എന്നാൽ ലഹരി ഉണ്ട് എന്ന് പറയാം. ഏറ്റവും വലിയ ലഹരി ദേഷ്യമാണ്. ദേഷ്യം പിടിച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഉസ്താദാണോ, പള്ളിക്കത്ത് ഉസ്താദാണോ, വാപ്പയാണോ, ഉമ്മയാണോ, മകനാണോ, ഒന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇന്നലെ മിനിയാനായിട്ട് നമ്മളൊരു വാർത്ത കണ്ടു. ഒരു ചെറിയ 12 വയസ്സുകാരി ഒരു കൈക്കുഞ്ഞിനെ ഉമ്മാന്റെ ഏറ്റവും ചെറിയ ഒരു ഉമ്മാന്റെ ചെറിയ കുഞ്ഞിനെ അനുജന് അനിയത്തിയായി വരുന്ന കുഞ്ഞിനെ കിണറ്റിലിട്ടിട്ട് വാർത്ത കണ്ടിട്ടുണ്ടാവും. ആ കുട്ടി എന്തിനാണ് 12 വയസ്സുള്ള കുട്ടി എന്തിനാണ് ഒരു ബുദ്ധിയില്ലാത്ത ചെറിയ കിടന്നുകൊണ്ട് മുലപ്പാല് കുടിക്കുന്ന കുട്ടിയോട് ഇത്രക്കും പാല ചിന്തിച്ചിരുന്നു. എന്തിനാണ് ആ കുട്ടിക്ക് ഇത്രക്കും ദേഷ്യം പിടിച്ചുകൊണ്ട് പക കാണിക്കേണ്ട ആവശ്യം? പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ കാണിക്കുന്ന കുറുമ്പാണ്, മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന വാശിയാണ് 12 വയസ്സുള്ള മക്കളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. തമാശക്ക് പറയണം, എനിക്കൊരു കുട്ടിനെ കിട്ടി, ഇനി അന്നക്ക് വേണ്ട, എനിക്ക് ഈ കുട്ടിനെ മതി, പുതിയ കുട്ടിനെ മതി, പഴയ കുട്ടി അയക്കുമെന്ന് പറഞ്ഞാൽ കുട്ടികളെ മനസ്സിൽ പഠിച്ചോനെ എൻ്റെ ഉമ്മ എന്നെ ഒഴിവാക്കിയത്. ഒഴിവാക്കാൻ ആരെ കാരണം? ആ
അതാരേ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഭാഗത്ത് ഇന്നത്തെ കാലമാണ് കുട്ടികൾക്കൊക്കെ കണ്ടുപഠിക്കുന്നത്. നമ്മൾ മൊബൈലിൽ കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൊബൈൽ കൊടുക്കും. കുട്ടികൾക്ക് റീൽസ് കാണും. കുട്ടികൾ കാണുന്ന റീൽസ് വസ്ത്രത്തിൻ്റെ കോലൊക്കെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല. ചെറിയ കുട്ടികൾ പോലും ചെറിയ നിക്കറിട്ട് കൊണ്ടൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ കുട്ടികൾക്ക് ആഗ്രഹം വരും. ചെറിയ കുട്ടിയാവട്ടെ, ആ കുട്ടികൾക്കോ പെൺകുട്ടികളാണെങ്കിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ വളരെ ധൈര്യം. മുസ്ലിം കുട്ടിയാണോ എന്ന് അറിയാനെങ്കിൽ പേര് ചോദിക്കേണ്ട അവസ്ഥ. പേര് ചോദിച്ചാൽ പോലും ചിലപ്പോൾ മുസ്ലിം ആണെന്ന് അറിയില്ല. കാരണം പേരെന്താ? സീനത്ത്. നിങ്ങൾക്ക് മതമുണ്ടോ എന്ന് ചോദിച്ചാൽ മതമൊക്കെ എന്തിനാണ്? മനുഷ്യർ ഒന്നുപോലെ ജീവിച്ചാൽ പോലെ എന്ന് പറയുന്ന കാലം. മതമൊക്കെ എന്തിനാന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ പുറത്താണ്. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ആയിപ്പോയി. ഇതൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ പാകപ്പേയമാണ്. മൊബൈൽ കൊടുക്കുക, കുട്ടികളെ എന്ത് കണ്ടുപഠിക്കണം. ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ. അതിലിട്ട് വെറുതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുക, പരസ്പരം അങ്ങോട്ട് കിണറ്റിക്ക് വലിച്ചെറിയുക, പരസ്പരം ഡ്യൂപ്ലിക്കേറ്റ് കത്തിക്കാൻ മുഖത്ത് കുത്തുക. അത് കാണുമ്പോൾ കുട്ടികളെ കുത്തിയ ദേഷ്യം തീർന്നു, സന്തോഷമായി. കുത്തി ആ സന്തോഷത്തോടു കൂടി മടങ്ങിപ്പോണ ആ ഒരു നടനയാണ് ആര് കാണുന്നത്? മക്കൾ കാണുന്നത്. മക്കളും മനസ്സിലാക്കുന്നത് ആ കുത്തി കഴിഞ്ഞ സന്തോഷം എനിക്ക് സന്തോഷമാണ്. എൻ്റെ ഈ ചെറിയ കുഞ്ഞൊരു കാരണമായിട്ടാണ് എനിക്ക് വീട്ടിൽ ഒരു സ്ഥാനം കിട്ടാത്തത്. സ്ഥാനം കിട്ടണേ എന്ത് ചെയ്യട്ടെ? ഈ കുട്ടിനായിട്ട് ഒഴിവാക്കിയാൽ മതി. ഈ കുട്ടിക്ക് കിണറ്റ് കിട്ടാൻ കുട്ടി മരിക്കുന്ന എങ്ങനെ മനസ്സിലായി? അല്ലെങ്കിൽ കുട്ടി ഒഴിവായി പോയി എങ്ങനെ മനസ്സിലായി? സാമൂഹിക മാധ്യമങ്ങൾ കുട്ടിയുടെ കയ്യിൽ തുറന്നു കൊടുക്കപ്പെടും. കുട്ടികൾ ഇതിങ്ങനെ കണ്ടുപഠിക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, മക്കൾക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്കും അള്ളാഹു ഹിദായത്ത് മക്കൾക്ക് മൊബൈൽ എടുക്കുമ്പോൾ അത് നിസ്സാരമാക്കാൻ പാടില്ല. ഈ കൊടുക്കുമ്പോൾ തന്നെ നല്ല ഗുണപാഠങ്ങളൊക്കെ കാണിച്ചു. ഗുണപാഠമുള്ള നല്ല നല്ല വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഇതൊക്കെ കാണിച്ചു കൊടുക്കണേ പറയുമ്പോൾ തോന്നിയതൊക്കെ കണ്ടുപിടി. വെടിയിക്കുന്ന ഗെയിമൊക്കെ ഉണ്ടല്ലോ അല്ലേ? വെടിയിക്കുന്ന ഗെയിം അത് അതിൻ്റെ അടിയിൽ ഉപ്പി മാത്രം വിളിച്ചവരെ പോകാത്തൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥ. ഒരു വക്കീല് തൻ്റെ അടുത്തേക്ക് വന്നൊരു കേസിനെ പറ്റിയിട്ട് പറയുന്നത്. ഡിവൈസ് കേസാണ്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഭാര്യയ്ക്ക് വേണം അവരുടെ ഡിവൈസ് വേണം. ഇനി എൻ്റെ ഭർത്താവിനെ കൊടുക്ക് ചെയ്യിക്കാൻ പറ്റില്ല. വക്കീൽ ചോദിച്ചപ്പോൾ പ്രണയിച്ച് കല്യാണം കഴിച്ചെന്ന് ചോദിച്ചു. അതെ, പ്രണയിച്ച് കല്യാണം കഴിച്ചു. അത് മനസ്സ് പരസ്പരം പങ്കുവെച്ചു. പിന്നെന്തിനാണ് ഇന്നിപ്പോൾ ഒരു ഡിവൈസ് ചോദിച്ചപ്പോൾ ഭാര്യ പറയാം, ഞാൻ ചില സമയത്ത് വിളിക്കുമ്പോൾ എൻ്റെ ചെക്കന് മൊബൈൽ കട്ടാക്കാം. അത്യാവശ്യം എവിടെ എത്തിയെന്നൊക്കെ അറിയാൻ വേണ്ടി വിളിക്കാൻ. എവിടെ എത്തിയെന്ന് അറിയാൻ അത്യാവശ്യം എന്നൊക്കെ അറിയില്ല. പക്ഷെ എന്നാൽ എവിടെ എത്തിയെന്നൊക്കെ അറിയാൻ സന്തോഷമാണ്. അതറിയാൻ വേണ്ടിയിട്ട് വിളിക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ കട്ടാക്കാം. അതൊക്കെ കട്ടാക്കാൻ വെച്ചപ്പോൾ ആ പെണ്ണ് വക്കീലിനോട് പറഞ്ഞത്, എൻ്റെ ഭർത്താവിന് വെട്ടി വെക്കുന്ന ഗെയിമുണ്ടല്ലോ, പബ്ജി എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ ഗെയിമും ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ ഏത് വാപ്പ വിളിച്ചാലും എടുക്കൂല. വെടിക്കട്ടെ. അപ്പോൾ ഒരു സമയത്ത് കോൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ വെടിയേറ്റ് മരണപ്പെടും. അതുകൊണ്ട് എന്നേക്കാളും സ്ഥാനം ഇത്തരം ഗെയിമിനാണല്ലോ എന്ന് ആ കുട്ടി വേഗി അറിഞ്ഞു എന്നാണ് ആ ഒരു വക്കീൽ പറഞ്ഞ ഒരു കേസ് എന്ന് പറയുന്നത്. കാലഘട്ടം മാറി. മൊബൈൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നോക്കാതിരിച്ചിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളത് നന്മക്കുള്ള ഒരു നല്ല ഒരു ഓപ്പൺ ചാൻസാണ് മൊബൈൽ. പക്ഷേ തിന്മയുടെ വാതായനങ്ങൾ പലർക്ക് തുറക്കപ്പെട്ട ഒരു സോഷ്യൽ ഉറവിടമാണ് സാമൂഹിക മാധ്യമങ്ങൾ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ വളർത്തി ശീലം എന്നൊക്കെ പറയുന്നത്. ചെറിയ നഴ്സറിക്കൊക്കെ പോകുമ്പോൾ 2-3 പറഞ്ഞേക്കുന്ന കുട്ടികൾക്ക് നമ്മൾ മുടിയൊക്കെ വാർന്ന് കൊടുത്തിട്ടാണ് പറഞ്ഞേക്കാം. തട്ടൊക്കെ ഇട്ടിട്ട് കുട്ടികളുടെ ജാള്യത പോകണം. കുട്ടികൾക്ക് മുടി കാണിക്കുമ്പോൾ അശേന്ന് തോന്നണം, മുടി ഉണ്ടല്ലോ എന്നുള്ളൊരു ഇത് തോന്നണം. ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ കുട്ടികൾക്ക് മുടിയൊക്കെ നല്ലൊരു മുടിമ കുത്തുന്ന സാധനം വാങ്ങിക്കൊടുക്കണ എൻ്റെ പ്രശ്നം. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തട്ടം പോലും ഇടാതെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചിട്ട് തട്ടം വിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞേക്കാം. ഒരു കല്യാണ പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ വളരെ ദയനീയാവസ്ഥ. ഉമ്മ നല്ല കാമ്പൊക്കെ ഇട്ട് നടക്കുന്നുണ്ടാവും. പ്രായപൂർത്തി എത്തിയ മോള് തട്ടം പോലും ഇട്ടിട്ടുണ്ടാവില്ല. മുടിയൊക്കെ ഇങ്ങനെ പുറത്ത് കാണിച്ചെടുക്കാം. പച്ച ഹറാമാണ്, തോപ് സ്വീകരിക്കില്ല എന്നോ കാത്തിരിച്ചിക്കട്ടെ. മുടി കാണിച്ചാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന സമുദായം. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കലും പറയണ്ടായി,
സമുദായത്തെ കുറേ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, വരുന്നില്ല. അവസാനം പറഞ്ഞു, ഇസ്ലാമിൻ്റെ ശരീരത്തിന് അംഗീകരിക്കാൻ പറ്റാത്തവർ, ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ അംഗീകരിക്കാൻ പറ്റാത്തവർ ഇസ്ലാമിലേക്ക് വരേണ്ടതില്ല. ഒരു ഇസ്ലാമിന് ആവശ്യമില്ല. വെറുതെ പേരെന്താ ചോദിച്ചാൽ, ആ ഫാറൂഖ്, നല്ല പേര്, ഉമർ അൽ ഫാറൂഖ്, അങ്ങനത്തെ സ്വഭാവത്തിൻ്റെ പേരൊക്കെ ചെയ്തോ പ്രവർത്തനം കണ്ടാൽ ഏതോ ഒരു മുസ്ലിമിന്റെ പ്രവർത്തനമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്നൽ അബ്ദ ഇദാ അഖ്താ ഖതീഅതൻ, ഒരു അടിമ ഒരു തെറ്റ് ചെയ്താൽ നുഖിതത് ഫീ ഖൽബിഹി നുഖ്ത സൗദാ, ഒരു അടിമ തെറ്റ് ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വരുമെന്ന് ശഫീഉനാ റസൂൽ. എന്നുവെച്ചാൽ ഒരു മനുഷ്യന്റെ ഹൃദയം വെളുവെളുത്തതാണ്. ആ വെളുവെളുത്ത ഹൃദയത്തിൽ ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കണ്ട് ആ മനുഷ്യൻ ചിരിച്ചു, നമ്മൾ തിരികെ ചിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെന്തോ വെറുപ്പുണ്ടെന്ന് അർത്ഥം, അതൊരു തെറ്റാണ്. സലാം പറഞ്ഞിട്ട് മടക്കിയില്ല, തെറ്റാണ്. ഒരാളെ പരിഹസിച്ചു, സ്നേഹത്തോട് കൂടിയിട്ട് ഒരാളെ സ്നേഹിക്കേണ്ടതില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ കയ്യിൽ നമ്മൾ അയാളെ വഷളാക്കാൻ വേണ്ടിയിട്ട് കൈ കൊടുക്കാതെ അയാളെ ഇപ്പോഴത്തേക്ക് സസ്യായി അല്ലെ സോമനായിനൊക്കെയാണ് ട്രെൻഡിന്റെ ഭാഷ. അങ്ങനെയൊക്കെ ചെയ്താൽ അത് തെറ്റാണ്, ഹൃദയത്തിന്റെ കറുത്ത കുത്തുകൾ ഉണ്ടാക്കുമെന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ഹുവ നസഅ വസ്തഅഫറ വതറബ സുഇല ഖൽബുഹു, ആ മനുഷ്യൻ ആ തെറ്റിനെ ഹൃദയത്തിൽ നിന്ന് വലിച്ചൂരിയാൽ, ഹൃദയത്തെ ശുദ്ധിയാക്കിയാൽ, തൗബ ചെയ്തുകൊണ്ട് ആ മനുഷ്യൻ മടങ്ങിയാൽ, സുഇല ഖൽബുഹു, അവന്റെ ഹൃദയത്തിൽ നിന്ന് ആ കറുത്ത പുള്ളിയെ മാറ്റപ്പെടുന്നതാണ്. ആ കറുത്ത പുള്ളി മാറിയിട്ട് കൽബ് പ്രകാശിക്കുന്നതാണ് എന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ കൽബിൽ പുള്ളി വരും. പുള്ളി വരുമ്പോൾ പുള്ളി മായ്ച്ചു കളയാനില്ല. നമ്മൾ വണ്ടി അതേപോലെ തന്നെ വസ്ത്രത്തിലേക്ക് ഒരു പുള്ളി വന്നാൽ നമ്മൾ അപ്പം തന്നെ കോറസ് ഇട്ടിട്ട് ഓടിയിട്ടിട്ടൊക്കെ വരച്ചു കയറി. ഹൃദയത്തിലെ പുള്ളി എന്താണോ മനുഷ്യന്മാരെ കേൾക്കാത്തത്? ഹൃദയത്തിലെ പുള്ളി കാണാത്തത് കൊണ്ടാണ്. ഹൃദയത്തിലെ പുള്ളിയെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി, നന്മ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്ന്. ചെയ്യുന്ന നന്മകളെ കുറിച്ച് ഇങ്ങനെ എഴുതിച്ചാൽ ഇന്നിപ്പോൾ എത്ര നന്മ ചെയ്തു. പള്ളിയൊക്കെ 500 രൂപ കൊടുത്തു, അത് സ്റ്റാറ്റസ് ഇട്ടു, അത് പോയി. പള്ളിക്ക് പൈസ എടുത്തിട്ട് ആ സ്റ്റാറ്റസ് പിന്നെ എല്ലാവരും അറിയിക്കുകയാണെങ്കിൽ ആൾക്കാരൊക്കെ അറിയും. ആൾക്കാർ ആ പള്ളിക്ക് 500 രൂപ കൊടുത്ത ആളാണ്. നമ്മൾ ഇട്ടോട് ഉദ്ദേശം എന്താ? ആൾക്കാരെ അറിയാം. ആൾക്കാരെ അറിഞ്ഞു കൂലിക്കില്ലല്ലോ, ഇനി പഠിച്ചതെങ്കിൽ കൂലിക്കൂല. ചെയ്ത് നന്മ അങ്ങനെ പോയി. ഭർത്താവ് ചായ ഉണ്ടാക്കാൻ പറഞ്ഞു, സ്നേഹത്തോടു കൂടി ചായ ഉണ്ടാക്കാൻ. ചായ കൊടുത്തു. ചായ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ കൽപ്പന അംഗീകരിക്കൽ കൂടെ കൂലിട്ടില്ല, ഭർത്താവിനെ അനുസരിക്കൽ കൂടെ കൂലിട്ടി. അതേ ഭാര്യ ഭർത്താവ് അറിയാതെ ഭർത്താവിനോട് തെറ്റ് ചെയ്താൽ ആ നന്മ അവിടെ പൊളിഞ്ഞുപോയി. എവിടെ നമുക്ക് നന്മ? രാവിലെ കുറെ സമയത്ത് അത്താഴത്തിന് എണീറ്റുകൊണ്ട് അത്താഴം കഴിച്ചുകൊണ്ട് രാത്രി തഹജ്ജുദ് നമസ്കരിച്ചു, തറാവീഹ് നമസ്കരിച്ചു, വിത്ർ നമസ്കരിച്ചുകൊണ്ട് നബൈതു സൗവാദിൻ അൻ അദാഇ ഫർദ് റമദാൻ ഹാദിഹി സനതി ലില്ലാഹി തആല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നോമ്പെടുത്തുകൊണ്ട് ഹൃദയശുദ്ധി, ശാരീരിക ശുദ്ധിയൊക്കെ കൈവരിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന മനുഷ്യ, നോമ്പിന്റെ ഇഫ്താർ സമയമാകുമ്പോ എത്രത്തോളം തെറ്റാണ് നിന്റെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്നത്. നന്മ ചെയ്തിട്ട് ആ നന്മ നമ്മളെ പൊളിച്ചു കളയാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മൾ കുറേ നന്മ ചെയ്ത് നമുക്ക് ബോധ്യമുണ്ടാവും, ആ നന്മ പൊളിച്ചു കളഞ്ഞതോ പൊളിഞ്ഞത് നമ്മൾ അറിഞ്ഞു പോകുന്നില്ല. പണ്ടൊരു കുട്ടിയോട് ചോദിച്ചു, നോമ്പ് നിങ്ങളെങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് ചോദിച്ചു. അപ്പൊ കുട്ടികൾ സ്വാഭാവിക സത്യസന്ധമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾ പറയും, ആ രാവിലെ സുബിസ്കാരം കഴിഞ്ഞപ്പോ സുബിക്കേശ് വർക്കൽ കറാത്താണ്, നോമ്പിന് പ്രത്യേകിച്ച് കറാത്ത് നോമ്പിന് പോലും സുബിഹി ഉദയ സമയത്ത് ഉറങ്ങുക എന്നുള്ള കറാത്ത ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല. സുബിസ്കരിക്കാതെ ഉറങ്ങുകയാണെങ്കിൽ ശൈത്താൻ ചെവിക്കുള്ളിലേക്ക് മൂത്രയിക്കും, വായിലേക്ക് മൂത്രയിക്കും, ബറക്കത്തെ ഉണ്ടാവും. അന്ന് കേൾക്കുന്നതും പറയുന്നതൊക്കെ നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിരിക്കും. അതൊക്കെ ആദർശിക്കട്ടെ.
സുബഹിസ്കാരം അതാക്കിയത് വേറെ സുബഹിസ്കാരമൊക്കെ നിസ്കരിച്ചിട്ട് ആ ഉദയ സമയത്ത് ഉറങ്ങിയ ബർക്കത്ത് പോകും. ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല, മക്കൾ പറഞ്ഞേക്കില്ല. ഭർത്താവിന് ജോലിയുണ്ട്, പക്ഷെ ജോലിയിലുള്ള ആ ശമ്പളം ജീവിതത്തിൽ തികയില്ല. ഇങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ നമുക്ക് കിട്ടും എപ്പോ കറാഹത്തിലേക്ക് സുബഹി കേസ് ഉറങ്ങിയാൽ. കുട്ടി പറയാം സുബഹി കേസ് ഞാൻ ഉറങ്ങി എണീക്കൽ ചിലപ്പോൾ 10 മണിക്കൂർ എണീക്കും. ബാപ്പയുടെ റേഷൻ കടയ്ക്ക് പോകാൻ പറഞ്ഞാലൊക്കെ ഏകദേശം ആ സമയത്തൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂറിന്റെ ഫിലിമാണ് കാണും. അപ്പൊ ദൂറ് കഴിഞ്ഞാലോ അപ്പൊ 2 മണിക്കൂർ ഫിലിമാണ്. അപ്പോഴോ അസർ കഴിഞ്ഞാലോ ഒന്ന് 10 കളിക്കും. അപ്പോഴോ മൈരിവായി കഴിഞ്ഞാലോ നോമ്പ് തുറക്കഴിഞ്ഞാലോ നേരെ തറാവി സ്കരിച്ചിട്ട് പിന്നെ നേരെ കുറച്ച് മൊബൈലിൽ കളിച്ചിട്ട് ആ 2 മണിക്കൂർ ഫിലിം വീണ്ടും വേറെ എന്തെങ്കിലും അത് കണ്ടിട്ട് രാത്രി 12-1 മണിയോടുകൂടി വീണ്ടും പറയും. മനുഷ്യന്റെ ജീവിതം ചെറിയ കുട്ടികളുടെ സ്വപ്നമാണ്. നമ്മൾ ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ കൂലി ലഭിക്കുന്ന വർഗം സ്ത്രീകളാണ് എന്നാണ് ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന എന്താ ആണുങ്ങൾക്ക് ഇത്തികാഫിക്ക് പള്ളിയിലാണ് ഇന്നാ പോരേന്ന് ചോദ്യം. ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് സ്ത്രീകൾക്കാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ആ സ്ത്രീ രാവിലെ ഭർത്താവിന്റെ പൊരുത്തത്തോടു കൂടിയിട്ട് എണീറ്റ് രാവിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിന്റെ മാവ് വയക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മാവ് വയച്ചാൽ പാവപ്പെട്ട 100 കണക്കിന് മനുഷ്യർക്ക് സ്വന്തം കീശയിൽ നിന്നും അധ്വാനിച്ചുകൊണ്ട് എടുക്കുന്ന പണം കൊണ്ട് സ്വതക്ക ചെയ്ത കൂലിയാണ് എന്നാണ് ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നത്. ഈ ഒരു കൂലി ഭർത്താവിനെ എപ്പോൾ അത് മക്കൾക്ക് കൊടുക്കും. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട്, മക്കൾ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും മക്കൾ ഇബാദത്ത് ചെയ്യുന്നതിന്റെ കൂലിയുടെ പാതി അല്ലെങ്കിൽ അതിന്റെ ഒരു വിഹിതം ഈ ഉമ്മമാർക്ക് കിട്ടുക. മക്കളുടെ വസ്ത്രങ്ങളൊക്കെ തിരുമ്പുകയാണ്, അടയ്ക്കുകയാണ്. അപ്പോഴോ വൃത്തിയോടുകൂടിയിട്ട് മക്കൾ പള്ളിയിലേക്ക് പോകട്ടെ, മക്കളെ ഇബാദത്ത് ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടോ സ്ത്രീകൾ വസ്ത്രം അലക്കിയാൽ അതിന്റെ കൂലിയായിരിക്കും. അതായത് ഈ നന്മകളൊക്കെ ആണുങ്ങൾ ചെയ്യുന്ന നന്മകളുടെ വലിയൊരു വിഹിതം സ്ത്രീകൾക്കാണ് എന്നാണ് ഹദീസിന്റെ വെളിച്ചത്തിലേക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒറ്റടിക്കലിനെ പറ്റിയിട്ട് വലിയ ചർച്ച. അവിടെ പണ്ഡിതന്മാർ പറയുന്നത് ഒരു സ്ത്രീ ബിസ്മി ചൊല്ലിക്കൊണ്ട് മുറ്റമടിച്ചാൽ 100 തവണ കഅബാലയം വൃത്തിയാക്കിയതിന്റെ കൂലിയാണ് എന്നാണ് പലതരം അഭിപ്രായങ്ങൾ. കഅബാലയം വൃത്തിയാക്കിയതിന്റെ കൂലി കിട്ടും. എപ്പോ സ്വന്തം വീടിന്റെ മുറ്റം ബിസ്മി ചൊല്ലിക്കൊണ്ട് കടിച്ചു വലിയ മക്കളെ സന്തോഷിപ്പിച്ചാൽ, മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ, മക്കളെ അനുകൂലിപ്പിച്ചാൽ എത്ര കൂലിയാണ് കിട്ടുന്നത്? ഇതൊക്കെ ഒരു പക്ഷേ ആണുങ്ങൾക്ക് കിട്ടുന്നതിന്റെ വിഹിതത്തിനേക്കാൾ കൂടുതലുണ്ടാവും. ഏറ്റവും കൂടുതൽ മക്കളെ നോക്കുന്നതാരാണ്? മാതാക്കളാണ്, സ്ത്രീകളാണ്. ആ മക്കളൊക്കെ നല്ല മക്കളാവുകയാണെങ്കിൽ സ്വർഗത്തിലേക്ക് പോകാൻ ഉമ്മമാർക്കത് മതി. ഉമ്മമാർക്കത് മതി. അവർക്ക് ഇത്തികാഫിനേക്കാൾ കൂലി വീടിന്റെ ഉള്ളകങ്ങളിൽ നിന്ന് നമസ്കരിക്കലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. പള്ളിയിലേക്ക് വരിക എന്ന് പറഞ്ഞു, പള്ളിയിലേക്ക് വരിക, പള്ളിയിലേക്ക് ഇത്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂലിയാണ്, ആണിന് പെണ്ണിനും കൂലിയാണ്. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളകങ്ങളിൽ വെച്ച് നമസ്കരിക്കലാണ് പുണ്യം. എന്നാലോ ആണുങ്ങൾക്കോ പള്ളിയിലേക്ക് വരൽ നിർബന്ധം പോലും സുന്നത്തായിട്ട്, ശുദ്ധമായ സുന്നത്തായിട്ട് നബിയുടെ കാലത്ത് നിർബന്ധമായ സേവനമായിട്ടാണ് കണ്ടത്. ഇതിലേക്ക് വരല നിർബന്ധം പോലെ ജമാഅത്തായി ജമാഅത്ത് മുടക്കാൻ പാടില്ല. ജമാഅത്ത് മുടക്കാൻ പാടില്ല. ജമാഅത്ത് മുടക്കി എല്ലാവരും പറ്റില്ല. സ്ത്രീകളോ വീടിന്റെ ഉള്ളകങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് അവർ ചെയ്യുന്ന ഇബാദത്ത്, മുനാജാത്ത് അവർക്ക് അത് മതി എന്നു ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരന്റെ പുറത്തേക്ക് പോകണമെന്നല്ലേ, പോകണ്ടെന്നല്ലേ, പുറത്തേക്ക് പോകുമ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംരക്ഷണ വലയങ്ങളോട് കൂടിയിട്ടൊക്കെ പോവാം, വൃത്തിയോട് കൂടിയിട്ട് അവർക്ക് മറച്ചിട്ട് പോവാനോ. ഭർത്താവിന്റെ സമ്മതം കിട്ടിയപ്പോൾ ആ സമ്മതം കിട്ടണമെന്ന് പറയുന്നത് എങ്ങാനും എന്തെങ്കിലുമൊക്കെ പറ്റി അള്ളാന്റെ കോടതിയിൽ ആ ഭർത്താക്കന്മാരെ അന്ന് ജോയിൻ ചെയ്യാം. അതെങ്ങനെയാണ്? അങ്ങനെയാണ്. മക്കൾക്ക് എന്തെങ്കിലും വാപ്പാനെ ചോദ്യം ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ വൈകിച്ച് പോയാൽ വാപ്പാനെ ചോദ്യം ചെയ്യും. വാപ്പ പറയപ്പോൾ ഞാൻ ഗൾഫിലായിരുന്നു, നോക്കിയതല്ല എൻ്റെ പെണ്ണുങ്ങളാണ്, അതായത് മക്കളെ ഉമ്മയാണ്. അപ്പോൾ ഉമ്മാനെ ചോദ്യം ചെയ്യും. ഈ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വിശുദ്ധരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം,
ആ ഹദീസിന്റെ ബാക്കി ആ തെറ്റിനെ ഒരു മനുഷ്യൻ വീണ്ടും വീണ്ടും ചെയ്താൽ ആ പാപക്കറയുണ്ടല്ലോ അവന്റെ ഹൃദയത്തിൽ ആ പാപക്കറ വർദ്ധിക്കുമെന്നാണ്. അവന്റെ പാപക്കറ വർദ്ധിച്ചു വെളുവെളുത്ത കൽബ് കറുകറുത്ത കൽബായി മാറുമെന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കറയെ പറ്റിയിട്ട് നബി തങ്ങൾ പറയുന്നത് ഇത് അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞതായ ഒരു തരം കറയാണ്. ആ കറയാണ് അവന്റെ ഹൃദയത്തിൽ ബാധിച്ചത്. വിശ്വാസികളെ ആ കറ കളയാനാണ് ഇത്തരത്തിലുള്ള ഒരു മജ്‌ലിസിലേക്ക് നമ്മൾ ഒരുമിച്ച് പോയത്. അല്ലാഹു പറയുന്ന ഒരു തരം കറയുണ്ട്. ആ കറ എന്താണ്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മിമ്മാ കാനൂ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. മനുഷ്യരെ ശ്രദ്ധിക്കണേ, മനുഷ്യരോട് പറയാൻ അവരുടെ ഖുലൂബ്, അവരുടെ ഹൃദയത്തിൽ അവർ ചെയ്ത കാരണത്താൽ കറുകറുത്ത പുള്ളികൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അവരുടെ മനുഷ്യർ കറയിലായി പോയിട്ടുണ്ടല്ലോ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. മനുഷ്യന്റെ ഹൃദയം മനുഷ്യർ തന്നെയാണ് ചീത്തയാക്കുന്നത്. അതുകൊണ്ട് ആ ഹൃദയത്തെ ശുദ്ധിയാക്കേണ്ടത് നമ്മൾ തന്നെയാണ് ശുദ്ധിയാക്കേണ്ടത്. ആ ശുദ്ധിയാക്കാനുള്ള വഴിയാണ് തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക എന്നത്. തൗബ ചെയ്തുകൊണ്ട് മടങ്ങുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമോ? ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടില്ലേ, അല്ലാഹു പുറത്തു തരുമോ? അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ ആദ്യത്തെ അധ്യായത്തിലായിട്ട് അല്ലാഹു ആദ്യം തന്നെ പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഏത് കാര്യം തുടങ്ങുകയാണെങ്കിലും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന് ശഫീഉനാ റസൂൽ. മക്കൾ നന്നാവണമെങ്കിൽ മക്കളെ എന്തിനു പറഞ്ഞേക്കുമ്പോൾ ബിസ്മി കൊണ്ട് പറഞ്ഞേക്കണം. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ബിസ്മി ചൊല്ലണം, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം, എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും തുടങ്ങുമ്പോഴൊക്കെ ബിസ്മി ചൊല്ലണം. ആ ബിസ്മിയോടുകൂടെ അല്ലാഹു അവന്റെ പേരുകളിൽ നിന്ന് ഉപയോഗിച്ച പേരെന്താണ്? അല്ലാഹുക്ക് എത്ര വിശേഷണമുണ്ട്, അല്ലാഹുക്ക് എത്ര വിശേഷണം. അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം. അസ്മാഉൽ ഹുസ്ന വിശുദ്ധമായ ഖുർആനിൽ 99 അസ്മാഉൽ ഹുസ്ന പറഞ്ഞിട്ടുണ്ട്. മഹിതമായ അല്ലാഹുവിന്റെ വിശുദ്ധമായ പേരുകളുണ്ട്. ആ പേരുകളിൽ നിന്നും ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ സകലമായ കാര്യങ്ങളെയും തുടങ്ങുമ്പോൾ ഏത് വിശേഷണമാണ് അല്ലാഹുവിന്റെ പേരിനോട് ചേർത്ത് വായിക്കേണ്ടത് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ തന്നെ അല്ലാഹു പറയുന്നത് എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹുവിന്റെ നാമം കൊണ്ട് ഞാൻ ഈ പ്രവർത്തനം ആരംഭിക്കുന്നു. പരമകാരുണ്യവാനായ കരുണാനിധി അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു കാരുണ്യവാനാണ്. ആ കാരുണ്യവാനായ അല്ലാഹു എല്ലാ കാര്യങ്ങളെയും കേൾക്കും, എല്ലാം അംഗീകരിക്കും. ഒരാൾ എന്ത് തൗബ ചെയ്തിട്ട് ആ തൗബ അല്ലാഹു സ്വീകരിച്ചിട്ട് പിന്നീട് അതേ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിർധാരമായിട്ടാണ് മനുഷ്യന്റെ കണ്ണിൽ. അല്ലാഹുവിന്റെ കണ്ണിലും അങ്ങനെ തന്നെയാണ്, പതിവയാണ്. പക്ഷേ അവൻ വീണ്ടും തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനെ അവൻ വീണ്ടും തൗബ ചെയ്താൽ അല്ലാഹു ആ തൗബയെ സ്വീകരിക്കുന്നതാണ്. കാരണം എന്താണെന്ന് അറിയുമോ? അർ-റഹ്മാനിർ റഹീം. അല്ലാഹു കാരുണ്യവാനാണെന്ന് വീണ്ടും പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് കഴിഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ് സർവസ്തുതി എന്ന് പറഞ്ഞിട്ട് ആ അല്ലാഹു ആരാണെന്ന് പരിചയപ്പെടുത്തുന്നത് വീണ്ടും അർ-റഹ്മാനിർ റഹീം. കാരുണ്യവാനായ കരുണാനിധിയായ അല്ലാഹു എന്നാണ് അല്ലാഹു വീണ്ടും പ്രയോഗിച്ചത്. എത്ര വിശേഷണങ്ങളുണ്ട് എന്നിട്ടും അല്ലാഹു ഉപയോഗിച്ചത് അർ-റഹ്മാനിർ റഹീം എന്നാണ്.
അതുകൊണ്ട് തെറ്റുകളൊക്കെ ചെയ്തിട്ട് അള്ളാഹിന്റെ മുമ്പിൽ എങ്ങനെ പോയി നിൽക്കാമെന്ന് ആലോചിക്കണ്ട. അള്ളാഹിന്റെ മുമ്പിലേക്ക് പോകാനുള്ള അവകാശം, അർഹത അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു കരുണ കാണിക്കൂല, അള്ളാഹു പുറത്തു തരൂല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അള്ളാഹു പുറത്തു തരും. അള്ളാഹു കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, കരുണാമയനാണ്. ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു നമ്മോട് പറയുന്നത് എന്താണ്? അള്ളാഹു ആകാശത്തിന്റെ അപ്പുറത്തു നിന്നും വിളിക്കുന്നുണ്ടോ? ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടും വിളിക്കുന്നുണ്ടോ? ഇവിടെയാണ് എന്റെ ദാസൻ എന്നോട് ചോദിക്കുന്നത്, എന്നോട് ചോദിച്ചുകൊള്ളു ദാസന്മാരെ, തെറ്റുകാരെ എന്നോട് പൊറുക്കന്നെ ചോദിച്ചുകൊള്ളൂ. അസ്തജിബലക്കും, ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകാം, ഞാൻ നിങ്ങളുടെ തൗബ സ്വീകരിക്കാമെന്ന് അല്ലാഹ് ഏഴാം ആകാശത്ത് നിന്നും വിളിക്കുന്നുണ്ട്, ഒന്നാം ആകാശത്ത് നിന്നും വിളിക്കുന്നുണ്ട്. നമ്മളോട് ഓരോരുത്തരോടും അല്ലാഹുവിന്റെ മുനാജാത്ത് അതാണ്. എന്നോട് ചോദിക്കും, ഞാനത് ചോദിക്കാൻ മടിക്കുന്നത് ഞാൻ അത്രക്കും വലിയ ക്രൂരനാണോ എന്ന്. അല്ലാഹുവിന്റെ ആ ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ തട്ടണം. അല്ലാഹു എല്ലാ പാപങ്ങളെയും പൊറുക്കുന്നവനാണ്. നിശ്ചയമായിട്ടും അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്, കാരുണ്യവാനാണ്. കാരുണ്യവാനായ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് കിട്ടിയില്ലേ? കാരുണ്യവാനായ, അതിന്റെ തൊട്ടുമുമ്പെന്താ പറഞ്ഞത്? എല്ലാം പുറത്തു കൊടുക്കുന്നവനാണ്. എല്ലാം പുറത്തു കൊടുക്കുന്ന അല്ലാഹു എങ്ങനെയുള്ള അല്ലാഹുവാണ്? അർ-റഹീം, കാരുണ്യവാനായ അല്ലാഹുവാണ്. കരുണയുള്ളവന്റെ വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാകൂ. കരുണയില്ലെങ്കിൽ ഒരാൾക്ക് പുറത്തു കൊടുക്കാൻ തോന്നൂല. ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന് പുറത്തു കൊടുക്കാൻ കരുണയില്ലാത്തവൻ ഒരിക്കലും പറ്റൂല. ആക്സിഡന്റ് ഒക്കെ നടക്കുമ്പോൾ മറിഭാഗം പറ്റുന്നില്ല സ്വാഭാവികമായിട്ട്. കാരണം നമ്മളെ കടിയിൽ നിന്ന് പൈസ പോണ കേസാണ്. പലരും സാരല്ല പേക്കൂടിന്ന് പറഞ്ഞു. നോമ്പുകാലമാണല്ലോ, എന്തെങ്കിലും അപാകത പരസ്പരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കാരുണ്യവാനായ അല്ലാഹു പുറത്തു കൊടുക്കുന്നവനാണ്. ആ പടച്ചവന്റെ പടപ്പുകൾക്ക് എന്തുകൊണ്ട് പുറത്തു കൊടുത്തൂടാ? അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുമീ, എന്നാലോ ആകാശത്തിലുള്ള അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എന്നാൽ ആകാശത്തിലുള്ള അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് വിശുദ്ധരായിട്ടുള്ള ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, തൂബൂ ഇലല്ലാഹി തൗബതൻ നസുഹാ, ഗുണപ്രദമായ ആത്മാർത്ഥമായ ഇഖ്ലാസുള്ള രൂപത്തിൽ തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങി വരുവിൻ. നിങ്ങൾ അല്ലാഹുവിന്റെ വാസയിലാവണമെന്നില്ല. പക്ഷെ നിങ്ങൾ തെറ്റൊക്കെ ചെയ്തുകൊണ്ട് തെറ്റിൽ മുഴുകിക്കൊണ്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീം എന്ന് തനിയെ വിശേഷിപ്പിച്ച അല്ലാഹു പറയുന്നത് എന്താണ്? അല്ലാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുകയും. വെറും തൗബയായപ്പോൾ കാക്കത്തോവുണ്ട്. കാക്കന്റെ തൗബ ഭയങ്കര ഫേമസ് ആണ്. കാക്കത്തോവുണ്ട്. കാക്ക എന്തെങ്കിലും മോശത്തരം അല്ലെങ്കിൽ നജസായ എന്തെങ്കിലും കട്ട് തിന്നാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചത്ത ശവൊക്കെ തിന്നു കഴിഞ്ഞാൽ ഈ കാക്കക്ക് ഒരു കുളി, കാക്ക പോയി കുളിച്ചിട്ട് മുഖമൊക്കെ തോർത്തിട്ട് ഇനി തിന്നൂരാന്ന് തോന്നിപ്പോയി. അപ്പൊ ആ ഒരു കുളി, ആ ഒരു വൃത്തിയാക്കൽ കണ്ടാൽ, പക്ഷേ അത് കഴിഞ്ഞാൽ നേരെ പോയിട്ട് അടുത്ത് തിന്നു. ഇതേപോലെ ആവാൻ പാടില്ല. തൗബത്തൻ നസൂഹായ തൗബയായിരിക്കണം. നസൂഹായ തൗബ എന്ന് പറഞ്ഞാൽ ഇഖ്ലാസോടുകൂടിയുള്ള തൗബയായിരിക്കണം. ഒരിക്കലും തെറ്റിലേക്ക് പോകൂല, ഇനി ഒരിക്കലും തെറ്റിലേക്ക് പോകൂല. സത്യം ചെയ്തിരിക്കണം. ആ സത്യം ചെയ്താലാണ് തൗബ സ്വീകരിക്കുക എന്ന് ശഫീഉനാ റസൂൽ. തെറ്റ് ചെയ്യുമ്പോൾ ഖേദമാണല്ലേ,
ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടി സംസാരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് തൗബയിലേക്ക് പ്രവേശിക്കാം. തെറ്റ് ചെയ്താൽ കേരളം പോലീസ് പറയും മാപ്പ് പറയടാന്ന് പറയും, കേസൊക്കെ ഉണ്ടാകും, മാപ്പ് പറയണ്ട, സോറി ഉണ്ടാവും. ഇതൊരു പക്ഷേ പോലീസ് പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാകാം, അല്ലാതെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും തന്റെ ഭാഗത്തു നിന്ന് തെറ്റുന്നല്ലോ അതുണ്ടാവണമെന്നില്ല. നദാമത്ത് നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകും, ഖേദം നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകും. തൗബ ചെയ്താൽ എന്താ ഗുണം? തൗബ ചെയ്തതുകൊണ്ട് ഒരു മനുഷ്യന് കിട്ടുന്ന ഗുണം എന്താണ്? നല്ല ഗുണമുണ്ട്. തൗബ ചെയ്തുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സമുദായം തെറ്റിൽ അനുവദിച്ചു പോയ സമയത്ത് തന്റെ സമുദായത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് ഇസ്തിഗ്ഫാർ ചെല്ലുകയും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും എന്നിട്ടോ ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലിക്കൊണ്ട് തൗബ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾ പരിപൂർണമായി മടങ്ങുകയും അങ്ങനെ മടങ്ങിയാൽ എന്താണ്? നിങ്ങൾ തൗബ ചെയ്താലേ എന്തുണ്ടാകൂ? അല്ലാഹു നിങ്ങൾക്ക് കോരി ചൊരിയുന്ന മഴ വർഷിപ്പിക്കുമെന്ന് മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമുദായത്തോട് പറയുകയുണ്ടായി. ഇനി നമ്മൾ മഴ കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം പലയിടത്തും. ഖിയാമത്താകുമ്പോൾ കാലം തെറ്റിയുള്ള മഴ വരും. ആവശ്യമുണ്ടാകുമ്പോൾ മഴ ചിലപ്പോൾ കിട്ടൂല, മഴ കുറയും. ഈ മഴ പെയ്യുകയാണെങ്കിൽ അത് ഹലാക്കുണ്ടാക്കുന്ന, നാശനഷ്ടങ്ങളുണ്ടാക്കുന്ന മഴയൊക്കെ ആകുമെന്ന് വിശുദ്ധരായിട്ടുള്ള ഹദീസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. നബി തങ്ങളുടെ ഹദീസിൽ കാണാൻ പറ്റും. മഴ പെയ്യാത്തതിൻ്റെ കാരണം മനുഷ്യർ പടച്ചവനെ ഓർക്കുന്നില്ല എന്നാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവരാണ്. ഒരു മനുഷ്യന് അസുഖം വന്നിടത്തെ അല്ലാഹുവേ ഈ അസുഖം മാറിയാൽ, ഈ അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേർച്ചയാക്കും, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യും, അല്ലാഹുവിനെ ഓർക്കും, മരണത്തെ ഓർക്കും. അത് ഓർത്ത കാരണത്താൽ അല്ലാഹു രോഗം മാറ്റിക്കൊടുത്താലോ, രോഗം മാറിക്കിട്ടാലോ പിന്നെ അല്ലാതെ ഓർമ്മ ഉണ്ടാവില്ല. അല്ലാതെ പിന്നെ ആവശ്യമില്ലല്ലോ. കാരണം എന്താ? നമുക്ക് ആവശ്യമില്ല, രോഗം മാറി. ആവശ്യമില്ല. പൈസക്ക് വേണ്ടി തോൽക്കും, നമ്മളെങ്ങനെ പൈസ കൊടുത്താലോ എന്തിനാ അല്ലാതെ? കാരണം എന്താ? പൈസക്കല്ലോ. മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തു. മക്കളെ കിട്ടുമ്പോഴുണ്ടാകുന്ന അവിടെ സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദം മക്കളെ കുറെ കേട്ട് കൊടുക്കും. ചിലപ്പോൾ മക്കളെ കൊടുക്കൂല, അത് മക്കളെ കൊടുക്കട്ടെ, മക്കളില്ലാത്തവർക്കൊക്കെ അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. ഇപ്പൊ അത് മക്കളെ കൊടുക്കൂല. ആ മക്കളെ കൊടുക്കാത്തതിന്റെ ഹിക്മത്ത് സൂഫിയാക്കൾ പറഞ്ഞെന്താണെന്നറിയാമോ? ആ കുടുംബത്തിന് മക്കളെ ഞാൻ അന്ന് കൊടുത്തില്ലെങ്കിൽ ആ മക്കളെ മുഖേന ഇതിനേക്കാളും കൂടുതൽ കരയേണ്ടി വരുമായിരുന്നു എന്നാണ്. അള്ളാന്റെ എല്ലാ വിധിയും ഹൈറാണ് നമ്മുടെ അഹ്ലുസുന്നത്ത് അല്ലേ? അള്ളാഹ് എന്ത് ചെയ്താലും അള്ളാഹ് നമ്മൾ ആക്സിഡന്റ് കൊടുത്തി അതൊരു പക്ഷേ നമുക്ക് ഹൈറാകാം, നമുക്ക് നന്മ കൂട്ടാനോ ചെയ്ത തിന്മയൊക്കെ മായ്ച്ചു കളയാനാകാം. ചിലപ്പോൾ ദർജ കൂട്ടാൻ വേണ്ടി, നല്ല മനുഷ്യർക്ക് അസുഖം വരെ ദർജ കൂട്ടാൻ വേണ്ടി തങ്ങൾ പനി ബാധിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. പനി ബാധിച്ചുകൊണ്ടാണ് റസൂലിന് ആശ്വാസത്തോടുകൂടി മരണം കൊടുക്കൂടെ എന്നൊക്കെ ചിന്തിക്കുന്നവരെ, റസൂലിന്റെ പനി ബാധിച്ചുകൊണ്ടാണ് മരണപ്പെട്ടത്. എന്താണെന്നറിയോ? എപ്പോഴും റസൂലുള്ളാഹിക്ക് അല്ലാഹ് ഓർമ്മയുണ്ട്. നമ്മൾ രോഗം വരുമ്പോൾ പ്രത്യേകിച്ച് എന്താണ് ഓർമ്മയുണ്ടാവില്ലേ? പ്രത്യേകിച്ച് എന്താണ് ഓർമ്മയുണ്ടാവും? ഒരു മനുഷ്യനും ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്തൊരു പദവി റസൂലുള്ളാഹിക്ക് അല്ലാഹ് എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പദവി അല്ലാഹു റസൂലുള്ളാഹിക്ക് മാത്രം, ഒരു പദവി ഉള്ളൂ, അത് റസൂലുള്ളാഹിക്ക് മാത്രം. നമ്മളെ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ വസ്സലാത്തി ഖായിമ അതി മുഹമ്മദനിൽ വസീലത വൽ ഫളീല വസീലത വൽ ഫളീല. ഈ പദവിയുടെ പേരാണ്
വസീല ഫളീല ഫളീല വസീല എന്ന് പറയുന്ന ഫളീല എന്ന് പറയുന്ന ഒരു പദവിയുണ്ട് അത്ര. ആ പദവി റസൂലിന് കൊടുക്കണേ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത്. ആതി മുഹമ്മദൻ, അല്ലാഹുവേ റസൂലിന് നീ കൊടുക്കണേ അല്ലാഹ് വസീലത വൽ ഫളീല, നീ കൊടുക്കണേ അല്ലാഹ്, ആ ഒരു മഹത്തായ ദർജ നീ കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ റസൂലുള്ളാഹി അവസാന സമയത്ത് പനി ബാധിച്ചിട്ട് റസൂലുള്ളാഹി അല്ലാഹുവിലേക്ക് കൂടുതലായിട്ട് അടുത്തു. ആ അടുപ്പത്തോടുകൂടെയാണ് അല്ലാഹു റസൂലിനെ തന്നിലേക്ക് സ്വീകരിച്ചത്. നിരവധി ആരവങ്ങളോട് കൂടിയിട്ട്, സ്വർഗത്തിന്റെ വിളിയാളത്തോട് കൂടിയിട്ട് കരഞ്ഞു വരുന്ന മലക്കുൽ മൗത്തിന്റെ സങ്കടം വന്നത് എന്താണെന്നറിയോ? മലക്കുൽ മൗത്ത് നബിയുടെ അടുക്കിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ട്, റസൂലേ, ഞാനൊരു സങ്കടം പറയാൻ തന്നതാണ്. അങ്ങയുടെ റൂഹിനെ റബ്ബ് അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ള ചോദിച്ചത്രേ, അല്ലാഹു എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അല്ലാഹു എന്നെ തന്നിലേക്ക് അടുപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ, അത് ലേറ്റ് ആകണ്ട, ഇപ്പൊ ചൊല്ലിക്കൂടി എന്ന് പറഞ്ഞു. പിതുപ്പിക്കരഞ്ഞുകൊണ്ട് ഇസ്രായീൽ എന്ന് പറയുന്ന മലക്കുൽ മൗത്ത് പിതുപ്പിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റസൂലേ, അങ്ങ് സമ്മതിച്ചാൽ മാത്രമേ ഞാൻ പിടിക്കൂ. അങ്ങയുടെ റൂഹ് പിടിക്കുമ്പോൾ എന്റെ നെഞ്ച് പിടിയും റസൂലേ എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള മലക്കുൽ മൗത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വധൂവായ, എന്റെ ഹബീബായ എന്റെ തമ്പുരാനിലേക്ക് എനിക്ക് പോകണം, എന്നെ പിടിച്ചോളൂ, ലേറ്റ് ആകണ്ട എന്ന് പറഞ്ഞു. ഈ റസൂൽ വഫാത്തായി പനി ബാധിച്ചിട്ട് ശരിക്കും പറഞ്ഞ അസുഖം വരുന്നതും പ്രയാസങ്ങളൊക്കെ വരുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുമ്പോഴാണ്, തന്നിലേക്ക് ജനങ്ങളെ ഇഷ്ടപ്പെടുത്തുമ്പോഴാണ്. ആ ഇഷ്ടം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ, പാവങ്ങളായ സാധുക്കളായ നമുക്ക് കിട്ടണമെങ്കിൽ തൗബ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബയിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ നമ്മുടെ തൗബ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, നമ്മുടെ പാപങ്ങളൊക്കെ കഴുകിക്കളയാം. മനുഷ്യരോടുള്ള പാപങ്ങൾ, മനുഷ്യരോട് ചെയ്ത അൽദായികൾ, കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം കൊടുക്കുമെന്നെങ്കിലും പറയാം, കൊടുക്കും ഇൻഷാ അല്ലാഹ്, പണം എന്തായാലും തരും, ഇന്നാന്റെ തീയതി തരും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ട് അവരുടെ പൊരുത്തം വാങ്ങണം. കയ്യിലുണ്ടായിട്ട് പൈസ കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞാൽ അവന്റെ തൗബ സ്വീകരിക്കൂല. മരിച്ചു കഴിഞ്ഞാൽ മുസ്ലിമാണെങ്കിൽ പള്ളിയിലൊക്കെ കൊണ്ടുവച്ചിട്ട് പള്ളിയിലെ ഖതീബ് ബന്ധപ്പെട്ടവരൊക്കെ പറയും, നമ്മുടെ മുന്നിലുള്ള ജനാസ പരേതനായ ഇന്നാലിനാളുടെ മകൻ്റെതാണ്. മനുഷ്യസഹജമായി വല്ല പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളോട് അരുതായ്മ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും നമ്മുടെ ഇതേപോലുള്ള അവസ്ഥയെ വിചാരിച്ചുകൊണ്ട് പൊരുത്തപ്പെട്ടു കൊടുക്കണം. കടബാധ്യതകൾ, മറ്റും ആർക്കും സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നവരൊക്കെ പുറത്തു കൊടുക്കുകയോ, ബന്ധപ്പെട്ടവരുമായിട്ട് മക്കളുമായിട്ട് മറ്റും ബന്ധപ്പെട്ടിട്ട് ആ കടബാധ്യത തീർക്കണം എന്ന് പറയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കടബാധ്യത തീർത്തിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കൂല. മനുഷ്യന്മാരെ വേദനിപ്പിച്ചിട്ടുണ്ട്, അത് അല്ലാഹുവിന് പുറത്തുവെക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് തഹ്ലീൽ ചൊല്ലിയിട്ട് കാര്യമില്ല, തൗബ ചൊല്ലിയിട്ട് കാര്യമില്ല. മനുഷ്യനോടുള്ള കടപ്പാട്, ഒരു മനുഷ്യനെ അനാവശ്യമായിട്ട് ആക്രമിച്ച് ചീത്ത വിളിച്ച് അവൻ്റെ സ്വത്ത് കൈവശപ്പെടുത്തി അവൻ്റെ കുടുംബത്തെ ദ്രോഹിച്ച് അവനെ പ്രയാസപ്പെടുത്തിയിട്ടെങ്ങാനും ഒരാൾ മരിച്ചാൽ അവൻ്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ആ കുടുംബം മാസകലം പൊരുത്തപ്പെട്ടു കൊടുക്കും. സ്വത്തിൻ്റെ പേരിലേക്ക് നമ്മളിങ്ങനെ പരസ്പരം കലഹിക്കും. വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം മഞ്ചേരി ഭാഗത്ത് ഒരു കുടുംബത്തിലൊരു കലാപം, ഒരു പ്രശ്നമുണ്ടായി, കലഹം ഉണ്ടായി. അവരെ പോയി പറയാനുള്ളൊരു കഥയാണ്. ഒരു കുടുംബത്തിൽ വാപ്പ മരിച്ചു, പെൺകുട്ടികളും 2 ആൺകുട്ടികളും ഉമ്മ കണ്ട് വാപ്പാന്റെ സ്വത്ത് ഓരി വെച്ചു. മൂത്ത മകൻ വളരെ സാധുവായ മനുഷ്യനാണ്, സാമ്പത്തികമായിട്ട് വലിയ ഭദ്രതൊന്നുമില്ല. ഇളയ മകന്റെ സാമ്പത്തിക ഭദ്രത ഉണ്ട്. അപ്പോ വാപ്പ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചു, വസിയത്തായിട്ട് എഴുതി വെച്ചു, മൂത്ത മകന് 50 സെന്റ് കൊടുക്കണം, ഇന്നാന്റെ സെന്റല്ല 50 സെന്റ്. ഇളയ മകന് ഇന്നാന്റെ സെന്റല്ല, അത്ര സെന്റ്, 25 സെന്റാ തോന്നുന്നു, ചെറിയ കുറഞ്ഞ സെന്റ്, നല്ല
വിലപിടിപ്പുള്ള സ്ഥലം തന്നെയാണ്. പക്ഷെ അങ്ങനെ എഴുതി കൊടുത്തു, സാമ്പത്തിക മക്കളുടെ ഭാവി വിചാരിച്ചിട്ട്. പെൺകുട്ടികൾക്കും ഏകദേശം ചെറിയ രൂപത്തിലേക്ക് കൊടുത്തു, ഉമ്മാക്ക കൊടുത്തു. ഉപ്പ മരിച്ചു കഴിഞ്ഞ ശേഷമാണ് ഈ ഒരു വസിയത്ത് കാണുന്നത്. ഉപ്പ മരിച്ചതല്ലേ, പ്രശ്നം ഉണ്ടാകാൻ പറ്റില്ല. അപ്പോ കുടുംബക്കാരൊക്കെ പറഞ്ഞ ഉപ്പാന്റെ വസിയത്ത് നടപ്പിലാക്കി. കുടുംബത്തിന്റെ സമ്മർദ്ദം മാനിച്ചിട്ട് സ്വത്ത് ഓരിച്ചു 50 സെന്റ് മൂത്ത് ജ്യേഷ്ഠന് കൊടുത്തു. പ്രശ്നം ഉണ്ടാക്കാതെയാണെങ്കിലും ചെറിയ അനിയൻ തനിക്ക് കിട്ടിയത് കൊണ്ട് തൽക്കാലം തൃപ്തിപ്പെട്ടു, ആസ്വാദസങ്ങൾ ഉണ്ടാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ പാവപ്പെട്ട വലിയ ജ്യേഷ്ഠൻ 50 സെന്റിൽ കൃഷിയൊക്കെ നടത്തി ഉള്ളത് കൊണ്ട് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട ജ്യേഷ്ഠനെതിരെ ആ ജ്യേഷ്ഠന്റെ ഉമ്മ അടക്കം സഹോദരിമാരടക്കം അനിയന്മാരടക്കം എല്ലാവരും സംഗമിച്ചിട്ട് ആ ഓരി വെച്ച് ശരിയായില്ല എന്ന് പറഞ്ഞ് കോടതിയിലൊക്കെ കേസ്. കോടതി ഒരു വസീയത്ത് അംഗീകരിക്കണം. ഈ ഒരു പക ഉമ്മയുടെ മനസ്സിലുണ്ടെന്നോ ശ്രദ്ധിക്കണം. പോറ്റി വളർത്തിയ മൂത്ത മകനാണ്. ഉമ്മയുടെ മനസ്സിലും പക വന്നു. എന്താ പക? വാപ്പയോട് ഏതായാലും പക ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിച്ച വാപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മക്ക് മക്കളോ മൂത്ത മകനോട് പക. ആ പക ഉമ്മ ആദ്യം തീർത്തെങ്ങനെയെന്നറിയും. ഈ മൂത്ത മകന്റെ ഭാര്യ ഇവന്റെ അനിയനെ വഴി പിയപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത കഥ ഉണ്ടാക്കി. ആദ്യം ഒരു കുടുംബത്തെ മുഖ്യന്ത്രമാണ്. നാട്ടിലൊക്കെ ഈ മൂത്ത മകന്റെ കുടുംബം നാറി എന്ന രൂപത്തിലാക്കി. വിശ്വാസം കൊണ്ട് ഇവരുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു പ്രശ്നവുമില്ല. കുടുംബത്തിലൊക്കെ അങ്ങനെ എന്താ അങ്ങനെ ഓൾ അങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും അവരെന്ത് കൃഷി ഉണ്ടാക്കുമ്പോൾ നശിപ്പിക്കാം. പെങ്ങന്മാരൊക്കെ അതിന് കൂട്ടുന്നുകാണ്ട് ഇല്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ മാനസികമായിട്ട് പ്രയാസപ്പെടുത്ത്, ഇവരുടെ മക്കളെ പ്രയാസപ്പെടുത്ത്. അവസാനം പള്ളിയിലേക്ക് ജുമാക്ക് പോകുന്ന ജ്യേഷ്ഠനെ പിറകിൽ നിന്നും ബൈക്കിൽ വന്നിട്ട് ഇടിച്ച് കൊലപ്പെടുത്തിയ അനിയന്റെ വാർത്തയാണ് പത്രത്തിൽ പിറ്റേ ദിവസം കാണാൻ കഴിഞ്ഞത്. ജുമാക്ക് പള്ളിയിലേക്ക് പോകുന്നത്. കുടുംബത്തിലെ സമ്പത്തിന്റെ വിഷയത്തിലാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കുടുംബക്കാർ പോലും പരസ്പരം ഭിന്നിക്കണം. സമ്പത്തിന്റെ വിഷയം ശ്രദ്ധിക്കണേ. അതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അതൊക്കെ പരിഹരിക്കണം. അതിൻ്റെ പേരിൽ നിങ്ങൾ കുടുംബക്കാർ കരയുകയാണെങ്കിൽ വലിയ പ്രശ്നം. ഇതാണ് ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു ആകാശത്ത് നിന്നുള്ള അവന്റെ റഹ്മത്തിനെ നിങ്ങൾക്ക് തരുമെന്ന് മഹാനായ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്ത് മഴ. ഹൂദ് നബിയുടെ സമുദായത്തിന് മഴ കിട്ടിയിട്ട് ഭയങ്കര വരൾച്ച പ്രയാസപ്പെട്ടപ്പോൾ തൗബ ചെയ്ത് മടങ്ങാനാണ് ആവശ്യപ്പെട്ടത്. നിങ്ങൾക്ക് ആരോഗ്യം അല്ലാഹു ഏറ്റി തരണം. തൗബ ചെയ്തോളൂ. പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടെങ്കിൽ, മാനസിക പ്രയാസമുണ്ടെങ്കിൽ തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുത്തോളൂ. അല്ലാഹു മാറ്റിത്തരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമുദായത്തോട് ഇതേ പ്രകാരം തന്നെ പറഞ്ഞത്. നൂഹ് നബി സമുദായമേ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചോളൂ, തൗബ ചെയ്തോളൂ. അവൻ ഗഫ്ഫാറാണ്. ഗഫ്ഫാർ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പുറത്തു കൊടുക്കുന്നതാണ്. ഈ ഗഫ്ഫാർ എന്നുള്ള മനുഷ്യന് ഒരിക്കലും അങ്ങനെ ഒരു വിശേഷം വരില്ല. എന്നിട്ട് പറയുന്നുണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റഹ്മത്തായ മഴയെ അല്ലാഹു തരുന്നതാണ്. നിങ്ങൾക്ക് സമ്പത്തിനെ അല്ലാഹു തരുന്നതാണ്. സന്താനങ്ങളെ അല്ലാഹു തരുന്നതാണ്. സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് വിശുദ്ധമായ ഖുർആനിലൂടെ നൂഹ് നബി പറഞ്ഞു കൊടുക്കുന്നത് എന്താ? തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് അങ്ങടുത്തേക്കോ. തൗബ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് അടുത്തേക്കോ. നബി പറയുന്നുണ്ടോ, തൗബ ചെയ്താലുള്ള ഗുണമാണ് പറയുന്നത്. മക്കൾ നന്നാവണം, നമ്മൾ നന്നാവണം. മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ നന്നാവണം.
നമ്മൾ വീട് കഴിക്കാം, മക്കളോട് പറയാം കഞ്ചാവ് ഉപയോഗിക്കരുത്. മക്കളെന്താവില്ല, മക്കൾ തിരിച്ചു വെച്ചാൽ വലിയ പ്രശ്നമാണ്. നമ്മളില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ ഹറാമൊക്കെ ചെയ്തിട്ട് മക്കളോട് പറയാം. നമ്മൾ മൊബൈലിൽ കളിക്കുന്നത്, മക്കൾ മൊബൈൽ കളിക്കുമ്പോൾ എന്ത് നേരി കുരുത്തം കെട്ടോൾ മൊബൈലാണെന്ന് പറയാം. കുരുത്തം കെട്ടോണ്ടേന്ന് പറയാൻ പാടില്ല, കുരുത്തം ഉണ്ടാവില്ല, ശാപവാക്കാം. കുരുത്തം കെട്ടോന്നൊക്കെ പറയുമ്പോൾ ശാപവാക്കാം. മക്കൾ കുരുത്തക്കേടിലേക്ക് പോകും. അതൊക്കെ ആകർഷിക്കട്ടെ. ഉമ്മാനും ഉപ്പാന്റെ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നാവിന് അസറുള്ളതാണ്, പെട്ടെന്ന് ഫലിക്കുന്നത്. കുരുത്തം കെട്ടോന്ന് തമാശക്ക് പറഞ്ഞാൽ മലക്കുകൾ പറയും ആമേൻ. മക്കൾ കുരുത്തക്കേടിന്റെ അങ്ങേയറ്റമായി പോകുമെന്നോ തോപ ചെയ്തോളൂ. തോപ ചെയ്താലുള്ള ഗുണം മക്കൾ നിന്നാവും. സമ്പത്തൊക്കെ ഭദ്രതയിലായിരിക്കും. സമ്പത്ത് ഇപ്പം ലോണൊക്കെ എടുക്കുന്നവരോട് ഞാൻ പലപ്പോഴും പറയാം, ലോണൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ബറക്കത്ത് സാഹചര്യങ്ങളാവാം, ബറക്കത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അദൃശ്യിക്കട്ടെ. ബഹുമാനപ്പെട്ട നൂഹ് നബി പറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സ്വർഗ്ഗങ്ങൾ നൽകുന്നതാണ്. മനോഹരമായ കണ്ണഞ്ചുന്ന സുഖസൗകര്യങ്ങളുള്ള സ്വർഗ്ഗം അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരുന്നതാണ്. നിങ്ങൾ തൗബ ചെയ്യണേ. സ്വർഗത്തിലെ സുഖലോലുപതയുടെ അങ്ങേയറ്റമായിട്ട് എണ്ണിയിട്ടുള്ള നദികൾ എന്ന് പറയുന്ന മനോഹരമായ കാഴ്ചയും ആസ്വാദനവും എല്ലാം ലഭിക്കുന്ന തായ്വാരത്തിലൂടെ ഒഴുകുന്ന നദികളുണ്ടല്ലോ, അത്രക്കും മനോഹരമായ ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് വളരെ സുഗമമായിട്ട് പ്രവേശിക്കാൻ പറ്റുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിലൂടെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരാമർശിക്കുന്നിടത്ത് പറയുന്നുണ്ട്. നമ്മൾ നോമ്പുകാരാണല്ലോ, തൗബ ചെയ്ത പ്രത്യേക ഊരിൽ എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നുണ്ട് മൻ സൗമ റമദാന ഈമാനൻ വഹ്തിസാബാ. ഒരുത്തൻ റമദാൻ മാസത്തിൽ ഈമാനോട് കൂടി, ഇത് ഈമാനോട് കൂടി എന്ന് പറയുന്നത് ഈമാനോട് കൂടി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് ഈമാനില്ലാതെ നോമ്പ്. പിന്നെ ഇന്ന് നമുക്കറിയാം നമ്മുടെ ഔസിന്റെ സഹോദരങ്ങൾ പോലും സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് നോമ്പ് വെക്കുള്ളൂ അല്ലേ? രാവിലെ അത്താഴത്തിന് എണീക്കും, എന്നിട്ട് പറയുന്നത് ഹജ്ജത്തിന് അത്താഴം കഴിച്ചെന്നൊക്കെയാണ് പറയും. വൈകുന്നേരം വരെ ഭക്ഷണങ്ങളൊന്നും കഴിക്കൂല, മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ നോമ്പെടുക്കും ചെയ്യും. ഇങ്ങനെ ഈമാൻ ഇല്ലാതെ സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് അമുസ്ലിംക്ക് നോമ്പ് അനുഷ്ഠിക്കാറുണ്ട്. എന്നാൽ ഈമാനോട് കൂടി വിശ്വാസിയായിരിക്കെ ഒരു മനുഷ്യൻ നോമ്പ് അനുഷ്ഠിച്ചാൽ കൂലി ആഗ്രഹിച്ചുകൊണ്ടുമാണ്. എന്തിനല്ല? ഇന്നിപ്പോ നോമ്പ് കഴിഞ്ഞു, ആ നോമ്പ് മറ്റുള്ളവരോട് പറഞ്ഞെടുക്കാനല്ല, ഏതായാലും നിർബന്ധമായ നോമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള എന്താ വിചാരിക്കാൻ. ഇങ്ങനെയെല്ലാം ഭൗതികമായ ഉദ്ദേശത്തോടുകൂടെയെല്ലാം അല്ലാഹുവിന്റെ അടുക്കലെല്ലാം റയ്യാൻ എന്ന് പറയുന്ന വിശിഷ്ടമായ സ്വർഗത്തിന്റെ കവാടം കടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നോമ്പ് അനുഷ്ഠിച്ചത് എന്നുണ്ടെങ്കിൽ റസൂൽ പറയുകയാണ് മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ ഞാൻ അവന് പുറത്തു കൊടുക്കുമെന്ന് തങ്ങൾ പടച്ച പുറത്തു കൊടുക്കുമെന്ന് പറയാണ്. മുമ്പ് ചെയ്ത ചെറുദോഷങ്ങൾ എത്രയുണ്ടോ അതൊക്കെ അവന് പുറത്തു കൊടുക്കും. കുഫ്രല്ലാത്തത് എന്ന അഭിപ്രായം കുഫ്രാബ് പിന്നെ തൗബ ചെയ്തുകാണ്ട് മുസ്ലിമായി വരണം അല്ലെ, ബാക്കിയുള്ളതൊക്കെയാണെങ്കിൽ അല്ലാഹ് പുറത്തു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾക്ക് ആ വിഭാഗത്തിനാണ് ഈമാനുണ്ട്, ഇഹ്തിസാബുണ്ട് അല്ലേ? നമ്മൾ മുഅ്മിനീങ്ങളല്ലേ, ഇഹ്തിസാബുണ്ട്, അതിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അല്ലാതെ വൈകുന്നേരം നോമ്പെടുക്കാൻ നല്ല ഫുഡ് ഉണ്ടാവും അതുകൊണ്ടൊന്നും അല്ലല്ലോ ഇപ്പൊ നമ്മൾ നോമ്പെടുക്കും. അത്താൻ കഴിച്ചു പോയി, ഇപ്പൊ ഏതായാലും നോമ്പൊക്കെ അങ്ങനെയല്ലല്ലോ ഇഹ്തിസാബ. അങ്ങനെയാണെങ്കിൽ റസൂലുള്ള പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുൻ കഴിഞ്ഞ പാപങ്ങളൊക്കെ അല്ലാഹ് പുറത്തിട്ടുണ്ട്, അല്ലാഹ് പുറത്തു തരട്ടെ. അപ്പൊ നമ്മൾക്ക് ഇതിൻ്റെ അടിയിൽ തൗബ ചെയ്യാൻ പോകും. തൗബ ചെയ്യുമ്പോൾ ഈ പാപങ്ങളുടെ കൂട്ടത്തിൽ മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലും പാപം ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തോളും. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഫോർമാറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തൗബ ചെയ്യുന്നത്
ഈ തൗബ ചെയ്ത് കഴിഞ്ഞാൽ ആലോചിച്ചു കൊണ്ട് നിരന്തരം മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാലും അപ്പോ നമ്മൾ അങ്ങനെയൊക്കെ എല്ലാം കൊണ്ടും അള്ളാഹുവിനെ പഠിക്കാൻ ആഗ്രഹിച്ചവരാണ്. അപ്പോൾ മനുഷ്യ സഹജമായിട്ട് എന്തെങ്കിലും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടിയിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ബാക്കിലായിരുന്നു. എത്ര നോമ്പിട്ടൊരു കാര്യങ്ങൾ തൗബ ചെയ്തിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്തവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈമാനോടുകൂടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നസീഹത്തായിട്ട് ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൗബയിലേക്ക് പ്രവേശിക്കാം. ഷഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനൂ. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ മാത്രമേ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കൂ, മുഅ്മിനല്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കില്ല എന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്. ഇനി എങ്ങനെ മുഅ്മിനാവാം? ജനിക്കുന്ന സമയത്ത് നമുക്ക് മുഹമ്മദി എന്ന് പേരൊക്കെ ഉണ്ടേ, അങ്ങനെ മുഅ്മിനാവോ? ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വലാ തുഅ്മിനൂ ഹത്താ തഹാബൂ. മുഅ്മിനാവണമെങ്കിൽ പരസ്പരം ദേഷ്യം വെക്കാതെ ഇഷ്ടപ്പെടണേ. പരസ്പരം ഇഷ്ടപ്പെടണം, എല്ലാവരോടും ഇഷ്ടം വേണം. ആ ഇഷ്ടമുണ്ടെങ്കിലേ നിങ്ങൾ മുഅ്മിനാകൂ എന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പരസ്പരം ഇഷ്ടമാണ്, ദേഷ്യം വെക്കാൻ പാടില്ല. ഒരാളോട് ഇപ്പം പ്രാസ്ഥാനികമായിട്ട് ഇങ്ങനെ പറയുന്നു, ഒരു ആ വാക്കാനാണ്, നമ്മൾ ഈ വാക്കാനാണ് ഹത്താ തഹാബൂ. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ മുഅ്മിനല്ല. സ്നേഹിക്കണം. സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഓരോ സ്വീകരിക്കണം എന്നല്ലല്ലോ. ഒരാളോട് ദേഷ്യം വെക്കുന്ന ആവശ്യം നമുക്ക് ഉണ്ടാവും. ഒരിക്കലും നമുക്ക് അതിൻ്റെ ആവശ്യം ഉണ്ടാകാൻ പാടില്ല. പരസ്പരം സ്നേഹിക്കണേ. ഇനി സ്നേഹം എങ്ങനെ ഉണ്ടാവാം? അതൊരു ചോദ്യമാണ്. എങ്ങനെ സ്നേഹിക്കാം? വാട്സപ്പിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി, അസ്സലാമു അലൈക്കും, സുഖല്ലേ, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് വഴി കാണുന്നവരോടൊക്കെ പറയാം, നമുക്ക് പരസ്പരം സ്നേഹിച്ചാലും ഇങ്ങനെ പറയലാണ്. പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറയാണ്, അലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുഹു തഹാബതും. നിങ്ങൾക്ക് ഒരു കാര്യത്തെ ഞാൻ പറഞ്ഞു തരട്ടെയോ, ആ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടമുണ്ടാക്കാൻ പറ്റും, പരസ്പരം സ്നേഹിക്കാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ശഫീഉനാ റസൂൽ സല്ലല്ലാഹു അലൈഹി യാ റസൂലല്ലാഹ്. സ്നേഹമുണ്ടാകാൻ എന്താ പറ്റും? നബിതങ്ങൾ പറയാണ്, അഫ്ശുസ് സലാമ ബൈനകും, നിങ്ങൾ നിങ്ങൾക്കിടയിൽ സലാം ചെല്ലാൻ പറ്റുന്നവരോടൊക്കെ സലാമിനെ വ്യാപിപ്പിച്ചോളീ. എന്നുവെച്ചാൽ തഹാബു എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണ് സ്നേഹിക്കണമെന്നല്ല, സ്നേഹിക്കാൻ പറ്റുന്നവരൊക്കെ ഉണ്ട്. നീ വാപ്പി, ഭാര്യ ഭർത്താക്കന്മാര്, ജ്യേഷ്ഠാനുജന്മാര്, ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നവരുണ്ട്. വൈദ്യ കാണുന്ന എല്ലാവരോടും സലാം പറഞ്ഞതല്ല. നബിതങ്ങൾ പറഞ്ഞത് അഫ്ശു സലാമ ബൈനകും. അതുകൊണ്ട് സ്കൂളിൽ പഠിക്കുന്ന സ്വന്തം സുഹൃത്ത് പെണ്ണാവട്ടെ ആണാവട്ടെ പരസ്പരം സലാം പറയാൻ പാടില്ല, ഹറാമല്ലേ? ആ സലാമിലൂടെ ബന്ധങ്ങൾക്ക് തുടങ്ങും. ഫ്രണ്ട്ഷിപ്പും ബെസ്റ്റിയൊക്കെ ആയിട്ട് നമ്പറായി പോകുമ്പോൾ കാത്തിരക്ഷിക്കട്ടെ. നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കണേ. കാണുമ്പോൾ ചെല്ലിക്കൂടി സലാം. സ്നേഹം കൂടുതൽ. നമ്മൾ വീട്ടിൽ കയറി അസ്സലാമു അലൈക്കും, വീട്ടിൽ നിന്ന് പോകണം, അപ്പം തന്നെ പോകണം, അസ്സലാമു അലൈക്കും. സാധനം പറഞ്ഞ് 5 മിനിറ്റ് തിരിച്ചു വരും, അസ്സലാമു അലൈക്കും. സലാം പറയൽ കൊണ്ട് സ്നേഹം കൂടുതൽ മാത്രമേ ഉള്ളൂ. ഉറപ്പായി തോന്നാൻ പാടില്ല, എപ്പോഴും സ്നേഹം തിരിഞ്ഞ് തോന്നാൻ പാടില്ല. വെറുതെ പോലെ സുന്നത്താണ്. മാത്രമല്ല അസ്സലാമു അലൈക്കും, അല്ലാഹുവിന്റെ കാവൽ നിനക്കുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ആമീൻ പറഞ്ഞ അമ്മന്റെ കാവൽ കിട്ടി. ആ കാവൽ ഈമാനും കൂടി കിട്ടിയാലോ
അള്ളാഹു ഈമാൻ നിലനിർത്തി തരട്ടെ. അപ്പോൾ നമുക്കിടയിൽ സലാമിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആക്ടിവിറ്റി നന്നാക്കി തരട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ട് നമുക്കിടയിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ പ്രാർത്ഥന കൊണ്ട് പരസ്പരം വസിയത്ത് ചെയ്യുകയും സലാം പറയുകയും ചെയ്യണം. പ്രത്യേകിച്ച് നോമ്പാണല്ലേ, നോമ്പ് കാലത്ത് നമ്മൾ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. മുമ്പ് ചെയ്തു പോയ എല്ലാ പാപങ്ങളും അന്ന് പുറത്തുള്ള വിഭാഗത്തിലാണ്. ഈ സമയത്ത് നമ്മൾ പ്രത്യേകം സലാമിനെ വ്യാപിപ്പിക്കാനും മറ്റൊക്കെ ശ്രദ്ധിക്കുക. സ്നേഹം കൂടാനും സഹായിക്കാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും കുഴപ്പമൊന്നുമില്ല. വാട്സപ്പിൽ സലാം അലൈക്കും എന്നാല് തിരിച്ചു വാലിക്കും സലാം എന്ന് പറഞ്ഞാൽ അത് സ്നേഹമാണ്. സ്നേഹമുണ്ട്. സ്നേഹമില്ലാത്തവർക്കിടയിൽ സലാം അടക്കലും ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്നേഹം കൂട്ടണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.